മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ഇനി നമുക്ക് സൂര്യൻ ഓരോ പാപത്തിൽ നിന്നാലുള്ള ഫലം അതൊന്ന് പഠിക്കണമെന്നുള്ളതിൻ്റെ അത്യാവശ്യം. സൂര്യൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ബുധൻ, അതുപോലെ ശനി, ചൊവ്വ ഇതൊന്നും കൂടുതൽ പഠിക്കേണ്ടി വരില്ല. കാരണം സൂര്യന് പറയുന്ന ഫലമാണ് മാക്സിമവും ശനിക്കും ചൊവ്വയ്ക്കും ബുധനും ഒക്കെ പറയുന്നത്. ശുക്രനും വ്യാഴത്തിനും വ്യത്യാസമുണ്ട്. ശുക്രനും വ്യാഴത്തിനൊക്കെ ഒറ്റ വാക്കിൽ തീർക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. സൂര്യനാണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. സൂര്യന് ഒരു ഭാവത്തിൽ, അത് ശ്ലോകമൊന്നും പഠിക്കേണ്ട. എൻ്റെ പോയിന്റ് ശ്ലോകം ഞാൻ പറഞ്ഞു പോവും, പഠിക്കുമ്പോൾ നമ്മൾ പോയിന്റ് മാത്രം പഠിച്ചുകൊണ്ടാവും. ശ്ലോകം പഠിക്കാന്നുണ്ടെങ്കിൽ നല്ലതാണ്, പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പഠിക്കണം. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്: ശൂര സ്തപ്തോ വികലനയനോ നിർക്കൃണോ അർക്കതനുസ്തേ. അർക്കൻ തനു, തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ശരീരത്തിൽ നിന്നാൽ ശൂര, നല്ല ശൂരത്വം ഉണ്ടാവും. ശൂരത്വം വെച്ചാൽ പരാക്രമം, നല്ല പരാക്രമശാലിയായിരിക്കും. സൂര്യൻ ഒരു ആഗ്നേയ ഗ്രഹമാണ്. അപ്പോൾ സൂര്യനല്ല ചൊവ്വ നിന്നാലും അത് തന്നെയാണ് വരുന്നത്. ലഗ്നത്തിൽ ചൊവ്വ നിന്നാലും പരാക്രമ സ്വഭാവം ഉണ്ടാവും. ശൂര സ്തപ്ത, അത് വളരെ കറക്റ്റാണ്. സ്തപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലം കൊണ്ട് ഏതൊരു കാര്യം എടുത്താലും ഡിലേ വരും. വളരെ കാലം കൊണ്ട് ഒരു ജോലിയെ ചെയ്ത് തീർക്കുക. ഇവരൊന്ന് ആലോചിച്ചേ ഒരു കാര്യം ചെയ്യുള്ളൂ. വളരെ ഡിലേ വരും, വളരെ സ്ലോ മൂവിങ് ആയിരിക്കും. ഈ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, ചിങ്ങ ലഗ്നക്കാർക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടാവും. കേട്ടിരുന്നിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കാര്യം ചെയ്ത് തീർക്കുകയുള്ളൂ. വളരെ കാലം കൊണ്ട് ഒരു ജോലിയെ ചെയ്ത് തീർക്കുക, അതാണ് സ്തപ്ത എന്ന് പറയുന്നത്. സ്തപ്ത, വളരെ കാലം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്തു തീർക്കാൻ കാലതാമസം വരിക, ഡെസിഷൻ മേക്കിങ്ങിന് കാലതാമസം വരിക, ഇങ്ങനെയൊക്കെ എടുക്കാം. ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടി അല്പം കാലതാമസം, ആരെങ്കിലും ഒരാളെ സഹായമൊക്കെ കൂടി വേണ്ടി വരും, ഒന്ന് നിന്ന് സഹായിക്കത്തക്ക ഒരു സെറ്റപ്പ് വേണ്ടി വരും. ശൂരത്വം, പരാക്രമശാലിയായിരിക്കും. വളരെ കാലം കൊണ്ട് മാത്രം ഒരു ജോലി ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിന് താമസം വരിക. നിർകൃണോ, ഭയമില്ലാത്ത അവസ്ഥ, നല്ല ധൈര്യശാലിയായിരിക്കും. വികല നയന, കൺ രോഗം ഉണ്ടാവും, അതാണ് ഏറ്റവും പ്രധാനം. സൂര്യൻ കണ്ണിന്റെ ആളാണ്. ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമെങ്കിൽ കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും. അർക്കതനുസ്ഥ, അർക്കൻ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ഇതൊക്കെ ഉണ്ടാകും. സൂര്യൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം: ഒന്ന്, പരാക്രമശാലിയായിരിക്കും. വളരെ കാലം കൊണ്ട് മാത്രം ഒരു ജോലി ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിന് കാലതാമസം വരിക. പിന്നെ കണ്ണിന് നയനരോഗം ഉണ്ടാവുക. ഭയമില്ലാത്ത അവസ്ഥ, നല്ല ഭയമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ ധൈര്യശാലി എന്നർത്ഥം. ഇതൊക്കെ ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ പൊതുവായി പറയുന്നത്, ഏത് ലഗ്നം എന്ന് പറയുന്നില്ല. ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, അത് മേടത്തിലാകാം, ഇടവത്തിലാകാം, മിഥുനത്തിലാകാം, കർക്കടകത്തിലാകാം. ഏതോ ഒരു ലഗ്നം വന്നിട്ട് അവിടെ സൂര്യൻ നിന്നാൽ പരാക്രമശാലിയായിരിക്കും. വളരെ കാലം കൊണ്ട് മാത്രം ഒരു ജോലി ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിന് കാലതാമസം വരുത്തുക. സ്തപ്തോ വികല നയനോ, കണ്ണന് നയനരോഗം ഉണ്ടാകുക, നല്ല ധൈര്യശാലിയായിരിക്കുക. ഇതൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത് ഓരോ ലഗ്നത്തിനെയും പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. മേഷേ സസ്വ തിമിര നയന, മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വരിക എങ്കിൽ കണ്ണിന് കാലക്രമേണ, കാലാന്തരത്തിൽ എന്ന് പറഞ്ഞാൽ പ്രായം ചെല്ലുമ്പോൾ തിമിരം ബാധിക്കും. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ തന്നെ വരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. തിമിര നയന, കാലക്രമേണ തിമിരം ബാധിക്കുകയുള്ളൂ. ധനവും ഉണ്ടാകും. സസ്വ, നല്ല ധനമുണ്ടാകും. തിമിര നയന, കാലക്രമത്തിൽ അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ കണ്ണിന് തിമിരം ബാധിക്കാൻ ഇടവരും. അപ്പോൾ ആദ്യം പറഞ്ഞതൊന്നും അപ്ലൈ ചെയ്യരുത് ഇവിടെ. നമ്മൾ ആദ്യം ഇപ്പൊ പഠിച്ചതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യരുത്. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യന് നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ് പറയാമോ?
സൂര്യൻ ഉച്ചത്തിലാണ്. ഉച്ചമല്ലേ സാർ? സൂര്യൻ ഉച്ചമാണ്. വേറെ പ്രത്യേകത ഉണ്ടോ? 5ാം ഭാവപതിയാണ്. മേട ലഗ്നത്തിന് 5ാം ഭാവപതി. 5ഉം 9ഉം ഭാവപതി പാപനായിരുന്നാൽ പോലും അവര് ശുഭഫലം നൽകുന്നതാണ്. 9ാം ഭാവപതിക്ക് പറയാറുള്ള പേര് തന്നെ ശുഭപതി എന്നാണ്. ശുഭപതി. 9ാം ഭാവപതി പാപഗ്രഹമായിരുന്നാൽ പോലും ശുഭന്റെ ഫലം നൽകും. അതുപോലെ തന്നെ 5ഉം. ലഗ്നത്തിനോളമുള്ള പ്രാധാന്യം 5നും 9നും ഉണ്ട്. ലഗ്നം 5, 9 ഒരു ത്രികോണം, ധർമ്മ ത്രികോണം എന്ന് പറയും. ലഗ്നം 5, 9 ധർമ്മ ത്രികോണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതും കൂടി നോക്കിക്കൊള്ളണം. എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞ് പഠിച്ചു പോകുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇടയ്ക്ക് പറയാൻ ശ്രദ്ധിച്ചോളണം. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വരുമ്പോൾ 1 ഉച്ചം, നിങ്ങൾ പറഞ്ഞത് തന്നെ. 2 അത് ഫങ്ഷണലി ബെനിഫിക് എന്ന് പറയും. പാപപത്യം കൊണ്ട് അത് ശുഭനായി മാറുകയാണ്. അതാണ് അങ്ങനെ അവിടെ മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വരുമ്പോൾ നല്ല ഫലം പറയാനുള്ള കാര്യം അതാണ്. ഉച്ചമാണ്, അതൊരു കാര്യം. 2 പാപപത്യം കൊണ്ട് 5ാം ഭാവപതിയാണ്. 5ാം ഭാവപതി ലഗ്നാധിപനെ പോലെ ശുഭനാണ്. അപ്പോൾ നല്ല ഫലം പറഞ്ഞു. ഇപ്പം പ്രായം കാലക്രമേണ നമുക്ക് കണ്ണിന് തിമിരം ബാധിക്കുക എന്ന് പറയുന്നത് ഒരു അസുഖം എന്ന് പറയാൻ കൊള്ളൂല്ല. അതൊരു കാലക്രമേണ എല്ലാവർക്കും ഉണ്ടാവും. എത്ര വലിയ വലിയ ഭയങ്കരപ്പെട്ട യോഗമുള്ള ജാതകത്തിലും ഒരു പ്രായം കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യും? അസുഖങ്ങളുണ്ടാവും. അത് സ്വാഭാവികം. അപ്പോൾ മേഷേ സസ്വ തിമിര നയന സിംഹ സംസ്ഥ നിശാന്ത ചിങ്ങ ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വരുമ്പോഴും മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാവും. ചിങ്ങ ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ മാലക്കണ്ണ്. മാലക്കണ്ണ് വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കാണാൻ കഴിയില്ലാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ ഉച്ചത്തിൽ ഒരു ഗ്രഹം നിന്നാൽ ഫുൾ പവർ എന്ന് പറയും. ശരിയല്ലേ? അങ്ങനെയല്ലേ? സ്വക്ഷേത്രത്തിന് പകുതി ബലമേ ഉള്ളതെന്ന് പറയും. അറിയാമല്ലോ, മൂലത്രികോണത്തിന് 3/4 ബലം, സ്വക്ഷേത്രത്തിന് പകുതി ബലം എന്നൊക്കെ പറയും. ഇവിടെ സ്വക്ഷേത്രം അല്ലെങ്കിൽ മൂലത്രികോണം, സ്വക്ഷേത്രം അല്ലെങ്കിൽ മൂലത്രികോണം നിർത്തി കഴിഞ്ഞാൽ അല്പം ബലം കുറഞ്ഞു. ബലം കുറഞ്ഞപ്പോഴെന്തായി? അസുഖത്തിന്റെ ഗ്രാവിറ്റി കൂടി. ശരി തന്നെ? സൂര്യന്റെ ബലം മേടത്തിനേക്കാൾ ചിങ്ങത്തിലെ ബലം കുറവല്ലേ? അത് സമ്മതിക്കാമല്ലോ. ബലം കൂടുതലായപ്പോൾ, സൂര്യന് ബലം കൂടുതലായി, നല്ല പാവപത്യമാണ്, ബലം കൂടുതലാണെന്നപ്പോഴും ദോഷഫലം കുറഞ്ഞു. ഇപ്പോൾ ബലം അല്പം കുറഞ്ഞപ്പോൾ അതിനേക്കാളും ദോഷഫലം കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. ദോഷഫലം അല്പം കൂടി. ദോഷഫലം കൂടി എന്ന് വെച്ചാൽ തിമിര നയന, നിശാന്ത എന്ന് വെച്ചാൽ മാലക്കണ്ണ്, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ. ഇനി ശശിഗ്രഹഗതേ ബുധാക്ഷ പതംഗ. ശശിഗ്രഹം, ശശിയുടെ ഗ്രഹം ഏതാണ്? ശശിഗ്രഹം വെച്ചാൽ കർക്കടകം, ചന്ദ്രന്റെ രാശി. ചന്ദ്രന്റെ രാശിയിൽ നിന്നാൽ ബുധലോചനം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകും. എന്ന് വെച്ചാൽ പോളക്കണ്ണെന്നൊക്കെ പറയും. ഉണ്ട കണ്ണൊക്കെ തള്ളി വെളിയിലൊക്കെ, ചില കുട്ടിയെ കണ്ട് ചില ആൾക്കാരൊക്കെ കണ്ണൊക്കെ തള്ളി വെളിയിലൊക്കെ നിൽക്കുന്ന ഒരു മാതിരി ഒരു അവസ്ഥ വരും. കർക്കടക ലഗ്നവും ലഗ്നത്തില് സൂര്യനും വന്നു കഴിഞ്ഞാൽ ബുദ്ബുദം എന്ന രോഗമുണ്ടാകും. പോളക്കണ്ണെന്നൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് കറക്റ്റിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഈ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവർ ഉപയോഗിക്കുന്ന കൂടുതൽ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. അത് പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുമുള്ളൂ. അതറിയില്ല. പോളക്കണ്ണ് അല്ലെങ്കിൽ ബുദ്ബുദം എന്ന അസുഖം ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കൊള്ളണം. ആദ്യം നമ്മൾ പഠിച്ചു വരുന്നത്, സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ പരാക്രമശാലിയായിരിക്കും, വളരെ പതുക്കെ ഒരു കാര്യം ചെയ്തു തീർക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് താമസം ഉണ്ടാകും, കണ്ണിന് രോഗമുണ്ടാകും, ഭയമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ധൈര്യശാലിയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത് ഓരോന്നിട്ട് പിരിച്ചു പറയുകയാണ്. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ധനം ഉണ്ടാകും, പിന്നെ എന്തുണ്ടാവും? തിമിരവും ബാധിക്കും കാലക്രമേണ. പിന്നെ ചിങ്ങ ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാവും. കർക്കടക ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ പോളക്കണ്ണിന്റെ അസുഖം, അല്ലെങ്കിൽ ഉണ്ട കണ്ണ് തള്ളി പുറത്തു വരുന്ന ഒരവസ്ഥ ഉണ്ട്. ഇനി നീച അന്തോ അശ്വ. നീചം, സൂര്യന്റെ നീചരാശി ഏത്?
തുലാം. തുലാലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ വന്നാൽ കണ്ണ് കാണാൻ തന്നെ കഴിയൂല, ധനവും ഉണ്ടാവൂല. നേരെ വിപരീതം, മേടത്തിന്റെ നേരെ വിപരീതം. കണ്ണ് കാണാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും, കാഴ്ചയെ ബാധിക്കുക തന്നെ ചെയ്യും, കാഴ്ചയെ ബാധിക്കും, ധനവും ഉണ്ടാവില്ല. അപ്പോഴിവിടെ എന്തെന്ന് മനസ്സിലാക്കാം നമുക്ക്. മേടത്തിന് നല്ല ഫലം പറഞ്ഞു, കാലക്രമേണ കണ്ണിന് തിമിരം ബാധിക്കും, ധനമുണ്ടാവും. അല്പം ബലം കുറഞ്ഞ് സ്വക്ഷേത്രമായപ്പോൾ മാലക്കണ്ണിന്റെ അസുഖം എന്ന് പറഞ്ഞു. കർക്കടകമായപ്പോൾ ബന്ധുക്ഷേത്രമാണ്. കർക്കടകം ബന്ധുക്ഷേത്രം, ബന്ധുക്ഷേത്രം അതിനേക്കാളും ബലം കുറവ്. കർക്കടകം എന്ന് പറയുന്നത് ബന്ധുക്ഷേത്രം, ബന്ധുക്ഷേത്രമാകുമ്പോൾ അതിനേക്കാളും ബലം കുറഞ്ഞപ്പോൾ കണ്ണ് കുറച്ചുകൂടി, കണ്ണിന് അസുഖം കൂടി, ബുദ്ബുദ ലോചനം എന്ന അസുഖം ഉണ്ടായി. നീചത്തിൽ വന്നപ്പോൾ കണ്ണ് കാണാൻ തന്നെ കഴിയില്ല, അല്ലെങ്കിൽ ധനം ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള രാശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ 4 ലഗ്നത്തിനെ എടുത്തിട്ട് ബാക്കിയുള്ള രാശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിക്കാം, ഇതാണ് ചോദ്യം. എന്തുകൊണ്ട് അത് വെച്ചിട്ട് ഓപ്പോസിറ്റ് കാര്യം പറഞ്ഞാൽ പോരെ? ഇതിനെ വച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയണം. ഇപ്പോഴ് കർക്കടകം പറഞ്ഞു, ബാക്കി ബന്ധുക്ഷേത്രങ്ങൾ ഏതൊക്കെ? സൂര്യന്റെ ബന്ധുക്ഷേത്രം കർക്കടകത്തിനെ പറ്റി പറഞ്ഞു. ബാക്കി ബന്ധുക്ഷേത്രങ്ങൾ വൃശ്ചികം, ധനു, മീനം. അപ്പോൾ കർക്കടകത്തിന് പറഞ്ഞതുപോലെ വൃശ്ചികവും ധനുവും മീനവും ഒക്കെ പറയുക. കർക്കടകത്തിന് പറഞ്ഞ പോലെ വൃശ്ചികവും ധനുവും മീനവും ഒക്കെ പറയണം. ഇനി നീചത്തിന് പറഞ്ഞതുപോലെ ശത്രുക്ഷേത്രങ്ങൾ പറയാം. നീചത്തിന്റെ തുല്യമായിട്ട് ശത്രുക്ഷേത്രം പറയാം. മകരം, കുംഭം ഒക്കെ പറയാം. മകരം, കുംഭം, പിന്നെ ഇതൊക്കെ പറയാം. ബാക്കിയുള്ളതൊക്കെ ശുഭക്ഷേത്രങ്ങളൊക്കെ ഏകദേശം ഒരു മീഡിയം സൈസിൽ പറയണം. ബന്ധുക്ഷേത്രത്തിനേക്കാൾ എന്ന കണക്കിന് ശുഭക്ഷേത്രങ്ങൾ പറയാം. ഇടവം, മിഥുനം, കന്നിയൊക്കെ ബന്ധുക്ഷേത്രങ്ങളാണ്. ബന്ധുക്ഷേത്രമല്ല, ബന്ധുക്ഷേത്രത്തിന് പറഞ്ഞതുപോലെ പറയാം. ഒരു ശുഭക്ഷേത്രമായതുകൊണ്ട് അങ്ങനെ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശുഭക്ഷേത്രമായതുകൊണ്ട് അങ്ങനെ പറയണം. അല്ലാതെ നമ്മൾ അത് വരുമ്പോൾ ഏകദേശം ശൂര, സ്തപ്ത, വികലനയനോ, നിർക്കണോ എന്നൊക്കെ ഉള്ളത് അവിടെ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് പാവചിന്ത നടത്തേണ്ടത്. നമ്മളല്ലാതെ ബുക്കിൽ അങ്ങനെ പറയുന്നു, ബുക്കിൽ ഇങ്ങനെ പറയുന്നു എന്ന് ഓര വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഓരയിൽ പറയുന്നത് കുറച്ചു ദൂരം പറഞ്ഞിട്ട് ബാക്കി നമുക്ക് അറിയാവുന്ന രീതിയിൽ ആചാര്യൻ വിട്ടിട്ട് പോയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ചന്ദ്രന് പറയുന്നത് മൂകോന്മത്ത ദള ജലാന്തരീജപതിര പ്രേക്ഷ ശശാങ്കോദയ എന്ന് പറയുന്നതിന് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകൂടെ ഈ പോയിന്റ് ഒന്നുകൂടെ പറയാം. ഇത് എഴുതിയിട്ട് നമുക്ക് അടുത്തത് എഴുതാം. ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ശൂരത്വം അല്ലെങ്കിൽ പരാക്രമശാലിയായിരിക്കും. വളരെ കാലം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിന് കാലതാമസം വരിക, നയനരോഗമുണ്ടാകുക, ധൈര്യശാലിയായിരിക്കുക, ഇതാണ്. മേടലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നു കഴിഞ്ഞാൽ കാലക്രമേണ കണ്ണിന് തിമിരം ബാധിക്കും. പിന്നെ നല്ല ധനമുണ്ടാകും. ഞാൻ നോട്ട് തരും. ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. കാലക്രമേണ കണ്ണിന് തിമിരവും ബാധിക്കും. ഇവിടെ മേടലഗ്നമാകുമ്പോൾ സൂര്യൻ ഉച്ചവും പാവപത്യം കൊണ്ട് 5ാം ഭാവപതിയാണ്. 5ാം ഭാവപതി എന്ന് പറഞ്ഞാൽ ശുഭപതിയാണ്. 5 ശുഭഭാവമാണ്. അപ്പോൾ സൂര്യൻ എന്തായാലും നല്ല ഫലം തരും. ചിങ്ങലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ വരുമ്പോൾ മാനക്കണ്ണിന്റെ അസുഖം ഉണ്ടാകും. അവിടെ സ്വക്ഷേത്ര ബലമേ ഉള്ളൂ. കർക്കടക ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വരുമ്പോൾ പോളക്കണ്ണ് അല്ലെങ്കിൽ കണ്ണ് തള്ളി നിൽക്കുന്ന ബുദ്ബുദ ലോചനം എന്ന അസുഖം ഉണ്ടാവും. കർക്കടകം ബന്ധുക്ഷേത്രമാണ്. കുറച്ചുകൂടി ബലം കുറഞ്ഞപ്പോൾ രോഗത്തിന്റെ കാഠിന്യം കൂടി. നീചം വരുമ്പോൾ ധനം ഉണ്ടാവില്ല, കണ്ണ് കാണാൻ തന്നെ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ഇതുപോലെ കർക്കടകത്തിന് പറഞ്ഞ പോലെ ബന്ധുക്ഷേത്രവും പറഞ്ഞ്, നീചത്തിന് പറഞ്ഞതിന് തുല്യമായി ശത്രുക്ഷേത്രവും പറഞ്ഞ്, ബന്ധുക്ഷേത്രത്തിന് പറഞ്ഞതുപോലെ തന്നെ ശുഭക്ഷേത്രത്തിനും പറയാവുന്നതാണ്. ഇത്രയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയൊന്ന് എഴുതണം. ഇത്രയൊന്ന് എഴുതുമ്പോഴേ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സാറേ ശ്ലോകം കൂടി ഒന്ന് പറയുമോ? പോരയിലെ 18-1 അത് വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചുവിടാം. ശൂര, സ്തപ്തോ, വികലനയനോ, നിർഹൃണോ, അർക്കതനുസ്തേ. അങ്ങനെ എടുത്താലും ഉപയോഗമുണ്ട്. നമ്മൾ ഈണത്തിൽ പാടിക്കഴിഞ്ഞാൽ അതിന് ഉപയോഗം ഉണ്ടാവില്ല. ശൂര,
സ്തപ്തോ വികലനയനോ നിർകൃണോ അർക്കതനുസ്തേ മേഷേ സസ്വ തിമിരനയന സിംഹസംസ്ഥേ നിശാന്ത നീജോ നീജേ അന്തോ അസ്വ. അങ്ങനെയൊക്കെ നീജേ അന്തോ അസ്വ ബുധ് ബുധാക്ഷ പതംഗേ ശശിഗ്രഹഗതേ ബുധ് ബുധാക്ഷ പതംഗേ. പതംഗൻ എന്ന് വെച്ചാൽ സൂര്യൻ. ശശിഗ്രഹഗതേ ശശിഗ്രഹം എന്ന് വെച്ചാൽ കർക്കടകം. ഗ്രഹഗതേ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഗതി അവിടെ വന്നു കഴിഞ്ഞാൽ ബുധ് ബുധാക്ഷ പതംഗേ ബുധ് ബുധ അക്ഷ കണ്ണ് പതംഗേ. ശൂരസ്തപ്തോ വികലനയനോ നിർകൃണോ അർക്കതനുസ്തേ മേഷേ സസ്വ തിമിരനയന സിംഹസംസ്ഥേ നിശാന്ത ശശി നീജോ അന്തോ അസ്വ ശശിഗ്രഹഗതേ ബുധ് ബുധാക്ഷ പതംഗേ. ഇതാണ് 18-ല് 1-ന്റെ 2 വരി. നീജോ അന്തോ ശശിഗ്രഹ ബുധ് 3 വരി. സൂര്യൻ ലഗ്നത്തിൽ നിന്നുള്ള ഫലത്തിനാണ് ഇത്രയും പറഞ്ഞു തീർക്കുന്നത്. എഴുതിക്കൊള്ളണം. സൂര്യൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലങ്ങൾ. ഒന്ന്, ലഗ്നത്തിൽ നിന്നാൽ പരാക്രമശാലിയും വളരെ കാലം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്ന ആളും വളരെ കാലം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്ന ആളും അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ എന്തൊന്ന് തീരുമാനമെടുക്കാൻ കാലതാമസമുള്ള ആളും നയനരോഗമുള്ള ആളും ധൈര്യശാലിയുമായിരിക്കും. അടുത്ത ലൈനില് ലഗ്നത്തിൽ സൂര്യനും വന്നാൽ ലഗ്നത്തിൽ സൂര്യനും വന്നാൽ ധനമുള്ളവനും കാലക്രമേണ കണ്ണിന് തിമിരം ബാധിക്കുന്ന ആളുമായിരിക്കും. കാലക്രമേണ എന്ന് വെച്ചാൽ ഭാവിയില്. അതൊരു വലിയ ക്ഷീണമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാലക്രമേണ കണ്ണിന് തിമിരം ബാധിക്കുന്ന ആളുമായിരിക്കും. മേടം സൂര്യന്റെ ഉച്ചരാശിയും മേടലഗ്നത്തിന് സൂര്യൻ 5-ാം ഭാവപതിയുമാണ്. അഞ്ച് എന്നത് ശുഭഭാവമാണ്.
5 എന്നത് ശുഭ ഭാവമാണ്. അതുകൊണ്ട് ദോഷത്തിന്റെ അളവ് കുറഞ്ഞു. അതുകൊണ്ട് ദോഷത്തിന്റെ അളവ് കുറഞ്ഞു. അടുത്ത് ചിങ്ങലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ, ചിങ്ങലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാകും. മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാകും. മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാകും. മേടത്തിനേക്കാൾ ബലം കുറവാണ് ചിങ്ങത്തിൽ സൂര്യന്. മേടത്തേക്കാൾ ബലം കുറവാണ് ചിങ്ങത്തിൽ സൂര്യന്. മേടത്തേക്കാൾ ബലം കുറവാണ് ചിങ്ങത്തിൽ സൂര്യന്. ബലം കുറഞ്ഞപ്പോൾ ദോഷഫലം കൂടി. ബലം കുറഞ്ഞപ്പോൾ ദോഷഫലം കൂടി. കർക്കടക ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ കർക്കടക ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ ബുദ്ബുധലോചനം എന്ന അസുഖം കണ്ണിനുണ്ടാകും. ബുദ്ബുധലോചനം എന്ന അസുഖം കണ്ണിനുണ്ടാകും. ബുദ്ബുധലോചനം എന്ന അസുഖം കണ്ണിനുണ്ടാകും. ബ്രാക്കറ്റിൽ പോളക്കണ്ണ്, പോളക്കണ്ണ്. കർക്കടകം ബന്ധുക്ഷേത്രമാണ്. കർക്കടകം ബന്ധുക്ഷേത്രമാണ്. സൂര്യന്റെ ബലം കുറച്ചുകൂടി കുറഞ്ഞപ്പോൾ ദോഷഫലം കൂടി. സൂര്യന്റെ ബലം കുറച്ചുകൂടെ കുറഞ്ഞപ്പോൾ ദോഷഫലം കൂടി. തുലാം രാശിയിൽ തുലാ ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ കണ്ണ് കാണാൻ തന്നെ കഴിയുകയില്ല. തുലാ ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ തുലാ ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ ധനം ഇല്ലാത്തവനും കണ്ണ് കാണാൻ കഴിയാത്തവനുമായിരിക്കും. കണ്ണ് കാണാൻ കഴിയാത്തവനുമായിരിക്കും. സൂര്യന്റെ ബലം തീരെ കുറഞ്ഞപ്പോൾ ദോഷഫലം വളരെ കൂടുതലായി. സൂര്യന്റെ ബലം തീരെ കുറഞ്ഞപ്പോൾ ദോഷഫലം വളരെ കൂടുതലായി.
അടുത്ത ലൈനില് ബന്ധുക്ഷേത്രത്തിന് കർക്കടകത്തിന് പറഞ്ഞ ഫലവും ബന്ധുക്ഷേത്രത്തിന് കർക്കടകത്തിന് പറഞ്ഞ ഫലവും ശത്രുക്ഷേത്രത്തിന് നീചത്തിന് തുല്യമായ ഫലവും കർക്കടകത്തിന് നീചത്തിന് തുല്യമായ ഫലവും ശുഭക്ഷേത്രത്തിന് ബാക്കി ശുഭക്ഷേത്രത്തിന് സാറേ ഒന്നുകൂടി പറയണം, അതിനകത്തൊരു കൺഫ്യൂഷൻ വന്നു ആ ഒരു സെന്റൻസ്. ശത്രുക്ഷേത്രത്തിന് സാർ ഉദ്ദേശിച്ചത് സാർ പറഞ്ഞത് തെറ്റിപ്പോയി. ബന്ധുക്ഷേത്രത്തിന് കർക്കടകത്തിന് പറഞ്ഞ ഫലവും ബന്ധുക്ഷേത്രത്തിന് കർക്കടകത്തിന് പറഞ്ഞ ഫലവും ബ്രാക്കറ്റിൽ ധനു മീനം വൃശ്ചികം ബന്ധുക്ഷേത്രത്തിന് കർക്കടകത്തിന് പറഞ്ഞ ഫലവും ധനു മീനം വൃശ്ചികം. ശുഭക്ഷേത്രത്തിനും അതുപോലെ പറയാം. ശുഭക്ഷേത്രത്തിനും ഇടവം കന്നി മിഥുനം ബ്രാക്കറ്റിൽ ഇടവം കന്നി മിഥുനം. ശുഭക്ഷേത്രത്തിനും അതുപോലെ പറയാം, ഇടവം കന്നി മിഥുനം ബ്രാക്കറ്റില്. അതിന് വേറെ കാര്യങ്ങളുണ്ട്. മിഥുനത്തിലും കന്നിക്കും ഒക്കെ നല്ല ഫലമാണ് പറയുന്നത്. സൂര്യൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലമാണ് പോലെ പറയുന്നത്. വിദ്യാജ്യോതിഷ വിത്തവാൻ മിഥുനകേ ഭാനു എന്നാണ് പറയുന്നത്. ലിപി ലേഖ്യ കാവ്യ ഗണിത ജ്ഞാനാനന്ദ സ്ത്രീ വപു എന്നാണ് കന്നിയിൽ നിന്നാണ് പറയുന്നത്. നല്ല ഫലമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആ നല്ല ഫലം നമ്മൾ പറഞ്ഞുകൊണ്ടാ മതി. അത് എത്രാമത്തെ അധ്യായം ശ്ലോകം സാർ? ഇതൊക്കെ 16 വരുന്നത്. 16 പഠിച്ചാലേ പറ്റുള്ളൂ. ഇടയിന് വരുന്നതാണ്, ഇടയിന് വിളിച്ച് പറയുന്നതാണ്. ഒരു അരികിന് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ എടുക്കാൻ വേണ്ടി പഠിക്കണം. ഇടയിന് എടുക്കാൻ പഠിക്കണം. 16-ാം അധ്യായത്തിൽ എത്രാമത്തെയാ സാർ? 16-ാം അധ്യായത്തില് ഒരു സൂര്യനെ കുറിച്ച് പറയുന്നിടത്ത് വരും. ഒരു 16-ാം അധ്യായത്തില് 13 കഴിഞ്ഞിട്ട് 14, 15 ഒക്കെ വരും. പിന്നെ നോക്കിക്കോളാം. 15 വരും. 15, 16 വരും. 15 തന്നെ. തുടക്കം എങ്ങനെയാ സാർ അതിന്റെ? ഇടയിൽ വരുന്നതാണ്. ലിപി ലേഖ്യ കാവ്യ ഗണിത ജ്ഞാനാന്വിത സ്ത്രീ വപു എന്ന് വരും കന്നിക്ക്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകേ ഭാനു എന്ന് പറയും. തുടങ്ങുന്നത് 13 കഴിഞ്ഞിട്ട് 14 തുടങ്ങുന്നത് പ്രതിത ചതുര അടന ആയുധപൃത് തുംഗഭാഗ എന്ന് പറഞ്ഞു വരും. പ്രതിത ചതുര അടന എന്ന് പറയും 14ന്റെ തുടക്കം. പ്രതിത ചതുരാടന എന്നൊക്കെ വരും. ഞാൻ പിരിച്ചെടുത്ത് എനിക്കറിയാവൂ. പ്രതിത ചതുര അടനോ അല്പവിത്ത ക്രിയകേ ആയുധപൃത് തുംഗഭാഗേ ഗവി വസ്ത്ര സുഗന്ധ വന്യജീവി വനിതാതു കുശലശ ഗേയവാദ്യ വിദ്യാ ജ്യോതിഷ വിദ്വാൻ മിഥുനകേ ഭാനു തീഷ്ണ അശ്വ പരകർമ്മകൃത് ക്ലേശവധേച്ച സംയുജ്യതേ സിംഹസ്ഥേ വനശൈല ഗോകുലരിതർ ജ്ഞാനാന്വിത സ്ത്രീ പൂമാൻ കന്യാ ലിപി ലേഖ്യ കാവ്യ ഗണിത ജ്ഞാനാന്വിത സ്ത്രീ വപു എന്ന് പറഞ്ഞുകൊണ്ട് പോകും. കഴിയുമെങ്കിൽ പഠിക്കുക. നീചത്തിൽ പറഞ്ഞ ഫലം ശത്രുക്ഷേത്രത്തിനും പറയണം. ഒരു നോട്ട് ഒന്നുകൂടി ഇട്ട് എഴുതിക്കും. ഒരു നോട്ട് നമ്മൾ സാധാരണ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നോട്ട് എന്നിട്ട് എഴുതുമല്ലോ. നോട്ട്, കുറിപ്പ് എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നർത്ഥം.
അതാണ് നോട്ട്. ഈ സൂര്യന് പാപബന്ധവും കൂടി ഉണ്ടെങ്കിൽ ദോഷഫലം തീർച്ചയായിട്ടും അനുഭവിക്കും. ഈ സൂര്യന് പാപബന്ധവും കൂടി, പാപയോഗമോ ദൃഷ്ടിയോ, അതാണ് പാപബന്ധം എന്ന് പറയുന്നത്. പാപബന്ധവും കൂടി ഉണ്ടെങ്കിൽ ദോഷഫലം തീർച്ചയായിട്ടും അനുഭവിക്കും. ഒരു കാര്യം ചോദിക്കട്ടോ, തീർച്ചയായിട്ടും അനുഭവിക്കും. ഇതുപോലെ ഇപ്പോ മിഥുന ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എങ്ങനെയുള്ള ദോഷം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇത്ര കടുപ്പമുള്ള ദോഷം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കടുത്ത ദോഷം വരണമെങ്കിൽ ഒരു പാപന്റെ യോഗമോ ദൃഷ്ടിയോ കൂടെ അവിടെ വരുമ്പോഴാണ് ഇതിന് കടുപ്പം കൂടുന്നത്. ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല. സാധാരണ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യന്റെ കൂടെ ബുധനും കൂടി അടുത്ത് കാണും. അടുത്ത് അവിടെ എവിടെയെങ്കിലും കാണും. അടുത്തിനി 2 സൂര്യൻ നിന്നാൽ എന്താണ് ഫലം? ഇനി സ്പീഡാ പോകും. പൂരിദ്രവ്യോ നൃപകൃതധനോ വക്രരോഗി ദ്വിതീയകേ. 2 സൂര്യൻ നിന്നാൽ പൂരിദ്രവ്യോ, നല്ല ദ്രവ്യം ഇഷ്ടം പോലെ ഉണ്ടാവും. നൃപകൃതധനോ, സർക്കാരിനാൽ അപഹരിക്കപ്പെട്ട ഭൂമി എന്ന് വെച്ചാൽ 2 സൂര്യൻ നിന്നാൽ അതിന്റെ സമയങ്ങളൊക്കെ വരുമ്പോൾ സർക്കാരിൽ നിന്ന് നമ്മുടെ ധനം അപഹരിച്ചെടുക്കുക. സർക്കാർ അപഹരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ലോണുകളെ തിരിച്ചടക്കേണ്ടി വരികയോ ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ റിക്കവറിക്ക് വരികയോ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടാവും. പണ്ട് കാലത്താണ് ഇങ്ങനെ സർക്കാർ രാജാവ് ധനത്തിനെ അപഹരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോ രാജാവല്ല, പൂരിദ്രവ്യോ. 2 സൂര്യൻ എന്നാൽ ദ്രവ്യം ഇഷ്ടം പോലെ കിട്ടും. പൂരിദ്രവ്യോ, ധനനേട്ടം ഉണ്ടാകും. അതോടൊപ്പം സർക്കാരിനാൽ ധനം അപഹരിക്കപ്പെടും. സർക്കാരിനാൽ അപഹരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്തി നടപടികളോ റിക്കവറികളോ ബാങ്കിലൊക്കെ അടയ്ക്കേണ്ട പൈസകൾ അടയ്ക്കേണ്ടി വരികയോ ഒക്കെ ആയിക്കൊള്ളാം. ഇപ്പൊ നമ്മൾ ലോൺ എടുത്ത് കുടിശ്ശിക വന്ന് കിടക്കുകയാണ്. ഈ സമയം വരുമ്പോഴും പേപ്പറും കൊണ്ടുവരും. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ജപ്തി ചെയ്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴിങ്ങനെ 2 സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പറയാം, എന്തെങ്കിലും പൈസ വല്ലതും അടയ്ക്കാനോ എടുക്കാനോ ഉണ്ട്, സർക്കാരിലേക്ക് അടയ്ക്കാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ദോഷം വരും, അത് തിരിച്ച് അടയ്ക്കേണ്ട ഒരു സമയമാണിത് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാ വരും. പൂരിദ്രവ്യോ, ദ്രവ്യം ധനം ഇഷ്ടം പോലെ ഉണ്ടാകും 2 സൂര്യൻ നിന്നാൽ. നൃപകൃത ധനോ, നൃപൻ ചക്രവർത്തി, രാജാവ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് സർക്കാരിനാൽ പണം അപഹരിക്കപ്പെടും. ജപ്തി നടപടിയോ റിക്കവറി നടപടികളോ വരാൻ ഇടവരും എന്നർത്ഥം. വക്രരോഗി, 2ാം ഭാവം ശരീരത്തിന്റെ ഏത് ഭാഗത്തിനാണ് സൂചിപ്പിക്കുന്നത്? 2ാം ഭാവം ശരീരത്തിന്റെ മുഖം. അതാണ് വക്രരോഗി എന്ന് പറഞ്ഞാൽ. വക്രരോഗി എന്ന് വെച്ചാൽ മുഖത്തിന് അസുഖം വരുക വെച്ചാൽ മുഖത്തിൽ വല്ല പാടുകൾ വരികയോ വല്ല എന്തെങ്കിലും എന്ത് ചെയ്യുക, വല്ല വെള്ളപ്പാണ്ട് വരികയോ അല്ലെങ്കിൽ കറുത്ത പുള്ളി എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ മുഖത്തിന് എന്തെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകൾ വരാം. അല്ലെങ്കിൽ മുഖ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരാം. വക്രരോഗി, മുഖത്തിന് അസുഖങ്ങൾ എന്തെങ്കിലും വരാം. മുഖത്തിന് എന്ന് പറയുമ്പോൾ കണ്ണിന് തന്നെ വന്നുകൂടായികയില്ല. കണ്ണാണ് ഏറ്റവും പ്രധാനം. കണ്ണാണ്. വക്രരോഗം, മുഖരോഗങ്ങൾ വരാൻ ഇടവരും. 2ാം ഭാവത്തിന് മുഖത്തിന് 2ാം ഭാവം കൊണ്ട് മുഖത്തിനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് മുഖത്തിനെ പറഞ്ഞത്. അപ്പോൾ 3ാം ഭാവം വരുമ്പോൾ കയ്യും തോളും ഒക്കെ വരും. അതൊക്കെ ഇതാണ് പറയുന്നത്. ഓരയുടെ ഒരു പ്രത്യേകത ഏതാണ്? 2ാം ഭാവം പറഞ്ഞപ്പോഴും മുഖത്തിന് അസുഖം വന്നു എന്നുണ്ടെങ്കിൽ 3ാം ഭാവം പറയുമ്പോഴും 3ാം ഭാവത്തിനെ സൂചിപ്പിക്കുന്ന കൈക്കും തോളിനും ഒക്കെ അസുഖം വന്നുകൂടെ, തൊണ്ടയ്ക്ക് വന്നുകൂടെ? അത് നമ്മൾ ചിന്തിച്ചോളണം. അങ്ങനെ വരാം. അങ്ങനെ എടുക്കണം നമ്മൾ. എല്ലായിടത്തും എല്ലാം പറഞ്ഞു പോരുന്നെങ്കിൽ പോരാശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക് ഇതല്ല. ഇതിന്റെ ഒരു 10-15 മടങ്ങ് വലിയ ബുക്കായിട്ട് മാറുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാം കൂടെ എന്തെങ്കിലും ആചാര്യൻ എല്ലാം കൂടെ എളുപ്പത്തിൽ പറഞ്ഞുകൊണ്ടങ്ങ് പോയി. ബാക്കിയൊക്കെ നമ്മൾ ആൾക്കാർ ചിന്തിച്ചുകൊള്ളുമല്ലോ എന്നുള്ള രീതിയിൽ എഴുതിക്കൊണ്ട് പോയി. പൂരിദ്രവ്യോ നൃപകൃത ധനോ വക്രരോഗി ദ്വിതീയകേ. 2 സൂര്യൻ നിന്നാൽ മുഖത്തിന് അസുഖങ്ങൾ ഉണ്ടാകാം, നല്ല ധനം ഉണ്ടാകും, സർക്കാരിനാൽ ധനം അപഹരിക്കുകയോ ജപ്തി നടപടികളോ റിക്കവറി നടപടികളോ വരാനിടവരും. ഇനി മതിവിക്രമവാം തൃതീയകെ അർക്കേ. 3 നിന്ന് കഴിഞ്ഞാൽ ബുദ്ധി സാമർഥ്യം ഉണ്ടാവും, നല്ല ധൈര്യശാലിയുമായിരിക്കും. വിക്രമസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം, ധൈര്യവാനായിരിക്കും. 3 വന്നാൽ നല്ല ഫലമാണ് പറയുന്നത്.
രണ്ടില് കുറെയൊക്കെ നല്ല ഫലം, അല്പസ്വല്പം നല്ല ഫലവും പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മോശ ഫലമാണ് വന്നത്. രണ്ടിലെന്തോന്ന് മുഖരോഗം എന്ന് പറഞ്ഞു, നല്ലതല്ല. സർക്കാരിനാൽ പണം അപഹരിക്കപ്പെടും, അല്ലെങ്കിൽ ധനം അപഹരിക്കപ്പെടും, നല്ലതല്ല. ധനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നല്ലത്. 3 മതി വിക്രമവൻ, ബുദ്ധി മതി എന്ന് വെച്ചാൽ ബുദ്ധിയും ബുദ്ധി സാമർഥ്യവും ധൈര്യശാലിയുമായിരിക്കും. അസുധോ ധനവർജിത ത്രികോണേ, 4 നിന്നാൽ വിസുഖ പീഡിത മാനസ ചതുർത്ഥേ. വിസുഖ 4-ാം ഭാവത്തിന് പറയാനുള്ള പേരെന്താണ്? ആ ഭാവത്തിനൊരു പേര് പറയും. എന്തോന്നു? ചതുർ മാതൃഭാവം എന്ന് പറയും. പിന്നെ വേറെ എന്ത് പറയും? സുഖഭാവം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? 4-ാം ഭാവത്തിന് സുഖഭാവം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? മനസുഖമാണോ സാർ? സുഖം. മനസുഖമാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ. മനസുഖവും ജീവിതത്തിലെ സുഖം. അപ്പോഴും മനസ്സിന് തന്നെയല്ല, മനസ്സിന് സുഖം കിട്ടുമ്പോഴല്ല സുഖം എന്ന് പറയുന്നത്. സുഖമാണോ എന്ന് ചോദിച്ചാൽ മനസ്സിനാണ്. അസുഖം വന്നിരുന്നാലും ബാധിക്കുന്ന മനസ്സിനെയാണ്. സുഖം, സുഖം ഉണ്ടാവൂല എന്നർത്ഥം. അപ്പോൾ 4-ാം ഭാവത്തിനെ സംബന്ധിച്ച് 4-ൽ സൂര്യൻ നിന്നാൽ സുഖം ഉണ്ടാകൂല. അപ്പോൾ സുഖത്തിന് കാര്യം സംഭവിക്കും എന്ന് പറഞ്ഞാൽ മാതാവിന് എങ്ങനെ ഇരിക്കും? പറഞ്ഞു നോക്കണം. ദോഷമായിരിക്കും. മാതാവിന് നമ്മളെ പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാതാവിന് ബുദ്ധിമുട്ടേ വരുള്ളൂ. കാരണം 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യത്തിന് മാത്രം ആചാര്യൻ പറഞ്ഞു, ബാക്കിയൊക്കെ ചിന്തിച്ചുകൊള്ളുക. വിസുഖ, സുഖമുണ്ടാവൂല, സുഖത്തിന് കാര്യം ഉണ്ടാവും. പീഡിത മാനസ, വ്യക്തമായിട്ട് അടുത്ത് പറയുന്നുണ്ട്. പീഡിത മാനസ, മനസ്സിന് പീഡയുണ്ടാകും. ചതുർത്ഥേ, 4-ൽ നിന്നാൽ. വിസുഖ പീഡിത മാനസ ചതുർത്ഥേ. ശ്ലോകം പഠിക്കാന്നുള്ളവർക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇതൊന്നും മലയാള ഭാഷയാണ്, ഈ സംസ്കൃതം എന്ന് പറയുന്നില്ല. വിസുഖ പീഡിത മാനസ എന്ന് പറയുമ്പോൾ എന്തോന്ന് സംസ്കൃതം വരുന്ന ഇവിടെ? മലയാളം തന്നെയാണ്, പച്ച മലയാളം. വിസുഖ പീഡിത മാനസ ചതുർത്ഥേ, 4-ൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവൂല, സുഖത്തിന് ദോഷം ഉണ്ടാവും, മനസ്സമാധാനം കിട്ടൂല. ഇതുപോലെ മാതാവിനും ദോഷം വരും. കാരണം 4-ാം ഭാവത്തിനെ കൊണ്ട് പറയേണ്ട ഒരു കാര്യം പറഞ്ഞു. 4-ാം ഭാവം കൂടി ചിന്തിക്കേണ്ട മാതാവ്, സുഹൃത്ത്, മാതുലൻ, വസ്തുവകകള്, വാഹനം, ഇതൊക്കെ പറഞ്ഞു. അതിൽ ഒരു കാര്യത്തിന് മാത്രം പറഞ്ഞിട്ട് ബാക്കിയെ സ്കിപ്പ് ചെയ്ത് പോയി. വിസുഖ പീഡിത മാനസ. അമ്മാവനെ പറയാലോ സാർ? അമ്മാവനും അത് സുഹൃത്ത്, മാതുലൻ. മാതാവ് പറഞ്ഞിട്ട് ഒടുത്തൻ പറയുന്നത് മാതുലനെ തന്നെ അടുത്ത് പറയുന്നത്. അമ്മാവന് പറയാം. പിന്നെ ഈ സൂര്യന് ബലമുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. അപ്പൊ 4-ാം ഭാവപതിയായ സൂര്യൻ 4-ൽ നിന്നാൽ ഒന്നും ചെയ്യില്ല. അത് നമ്മളിപ്പോ ആദ്യം പഠിച്ചിരുന്ന് മനസ്സിലാക്കിക്കൊള്ളും. ബലം കുറയുമ്പോഴാണ് കുഴപ്പം കൂടുന്നതെന്നുള്ളതാണ് ലഗ്നത്തിനെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കണം. ബലം കൂടുമ്പോൾ ദോഷം കുറയും. വിസുഖ പീഡിത മാനസ ചതുർത്ഥേ. അടുത്ത തന്നെ അസുതോ ധനവർജിത ത്രികോണ. 5-ൽ നിന്നാൽ സന്താനത്തിന് നല്ലതല്ല. ത്രികോണം എന്ന് വെച്ചാൽ 5. സന്താനത്തിനെ ബാധിക്കും, സന്താനത്തിന് നല്ലതല്ല. സന്താന ദുരിതം ഉണ്ടാകും. 5-ൽ നിന്നാൽ സന്താന ദുരിതം ഉണ്ടാകും. അപ്പോൾ മനസ്സിന് എങ്ങനെയിരിക്കും? സന്താന ദുരിതം വരുമ്പോൾ മനസ്സ് ദുഃഖം ഉണ്ടാവുമല്ലോ. 5 കൊണ്ട് സന്താനത്തിനെ ചിന്തിക്കാം, മനസ്സിനെ ചിന്തിക്കുന്ന 5 കൊണ്ട്. അപ്പോൾ മനസ്സിനെ എവിടെ പിടിച്ച് വലിക്കണം? മനസ്സമാധാനത്തിന് കുറവുണ്ടാകും, സന്താന ദുരിതം ഉണ്ടാകും എന്നെടുക്കണം. ഒരു കാര്യം പറഞ്ഞു, 5 കൊണ്ട് ചിന്തിക്കേണ്ട സന്താനത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ വിട്ടു. അസുതോ ധനവർജിത ത്രികോണ. അസുതോ ധനവർജിത, ധനം ഉണ്ടാവൂല എന്ന് പറയുന്നത്. ധനത്തിനെ എവിടെ വിളിക്കുകയാണ്? സൂര്യനെ പറയുന്നിടത്തെല്ലാം കണ്ണും ധനവും ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ധനത്തിന്റെ ഒരു കാരകത്വം സൂര്യനുണ്ട്. അല്ലെ പിന്നെ എങ്ങനെയാ സൂര്യന് ധനം ലഗ്നസസ്വ എന്ന് പറഞ്ഞു. മേടം ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ധനം ഉണ്ടാകും, പിന്നെ തുലാ ലഗ്നത്തിൽ നിന്ന് ധനം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ധനത്തിനെ എവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അസുതോ ധനവർജിത ത്രികോണേ. സന്താനത്തിന് നല്ലതല്ല, മനസമാധാനം നഷ്ടപ്പെടും, ധനത്തിന് കോട്ടം ഉണ്ടാകും. അടുത്ത് ബലവാൻ ശത്രു ജിതച്ച ശത്രുയാതെ. ശത്രുവിനെ ജയിക്കാനുള്ള സ്വഭാവം ഉണ്ടാകും. ശത്രുവിനെ ജയിക്കുന്നതായിരിക്കും. 6-ൽ സൂര്യൻ നിന്നാൽ ശത്രുവിനെ ജയിക്കുന്നവനായിരിക്കും. അപ്പോൾ 3-ാം ഭാവത്തിന് നല്ല ഫലം പറഞ്ഞു, ഇല്ലേ? ഓർമ്മയുണ്ടോ? 3-ാം ഭാവത്തിന് എന്ത് പറഞ്ഞത്?
മതിവിക്രമവാം തൃതീയകെ അർക്കേ. ബുദ്ധി സാമർഥ്യം ഉണ്ടാകും, ധൈര്യശാലിയും ബുദ്ധി സാമർഥ്യവും. ധൈര്യവും ബുദ്ധി സാമർഥ്യവും. 6 ശത്രുക്കളെ ജയിക്കും. ശത്രുക്കളെ ജയിക്കുന്ന നല്ലതല്ലേ. അപ്പോൾ 3-നും 6-നും നല്ല ഫലം പറഞ്ഞു. ഇനി നോക്കാം, ഇനി എവിടെയാണ് നല്ല ഫലം പറയുന്നതെന്ന് നോക്കണം നമുക്ക്. ബാക്കിയൊക്കെ നല്ല ഫലമല്ല വന്നിട്ടുള്ളത്. സ്ത്രീ പൃഗത പരിഭവം മതക പതങ്കെ. പതങ്കൻ എന്ന് വെച്ചാൽ സൂര്യൻ. മതക 7 സ്ത്രീ പൃഗത ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് പരിഭവം ഉണ്ടാവുക. 7 സൂര്യൻ നിൽക്കുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും അയാള് ആ ഒരു പുരുഷനാണെങ്കിൽ എന്റെ ഭാര്യ ഞാൻ പറയും പോലെ ഒന്നും കേൾക്കില്ല. അവളെ ആളുകൾ പറയും പോലെ കേൾക്കൂ. അവളെ അച്ഛനും അമ്മയും പറയും പോലെയാണ് കേൾക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യൂല. ഞാൻ പറയുന്നതിനൊന്നും വില കൊടുക്കാറില്ല. ഇനി സ്ത്രീകളാണെങ്കിൽ പറയും എന്റെ ഭർത്താവ് അയാളെ അമ്മ പറയും പോലെ കേൾക്കുള്ളൂ, പറഞ്ഞാലൊന്നും കേൾക്കൂല, ഞാൻ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യൂല, ഞാൻ എന്റെ വാക്കിന് വില കൽപ്പിക്കാറില്ല. ഇങ്ങനെയുള്ള പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാനും, ചിലപ്പോ സൂര്യന് തീരെ ബലമില്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് വേറെ വിവാഹം കഴിക്കാനും ഇടവരും. വൈദവ്യം ഉണ്ടാവൂല. ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ സൂര്യനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ക്ലിയറാ പറഞ്ഞെന്ന ഒരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? സൂര്യന്റെ പാപത്വത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്നറിയില്ല. സൂര്യന്റെ പാപത്വം 7 ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ വിധവയാകും. ശനി നിന്ന് കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതൊക്കെ. സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയേ ഉള്ളൂ. അപ്പോഴും മറ്റ് 2 ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യന് പാപത്വം കുറവാണ്. അതിന്റെ റീസണൊക്കെ പറഞ്ഞു. അതാണ് ഇവിടെ വന്നത്. അത് ഇവിടെയാണ് വരുന്നത്. സ്ത്രീ പൃഗത പരിഭവം മതക പതങ്കേ. പതങ്കൻ മതകെ 7 പതങ്കൻ സൂര്യൻ. സൂര്യൻ 7 എന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ പരിഭവം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. പരിഭവം ഉണ്ടാകും. സ്ത്രീ പൃഗത പരിഭവം മതക പതങ്കെ. മതകൻ പതങ്കൻ സൂര്യൻ 7 എന്നാൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയോ, തന്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അവസ്ഥയോ ഉണ്ടാകാം. ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയോ വില കൽപ്പിക്കാത്ത അവസ്ഥയോ ഉണ്ടാകാം. ഇനി സ്വൽപാത്മജോ നിധനകെ വികലേഷണശ. 8 നിന്ന് കഴിഞ്ഞാൽ പുത്രന്മാർ കുറവായിരിക്കും, ധനമില്ലാതെ വരും. കണ്ട, വീണ്ടും ധനത്തിനെ വിളിക്കുകയാണ്. 8 വന്നപ്പോഴും ധനത്തിനെ വിളിച്ചു. പുത്രന്മാർ കുറവായിരിക്കും. സ്വൽപാത്മജോ പുത്രന്മാരുടെ എണ്ണം കുറവായിരിക്കും, ധനം കുറവായിരിക്കും, കണ്ണിന് അസുഖമുണ്ടാകും. കണ്ണിനെയും വിളിക്കുക. കണ്ണും ധനവും അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്രസമ്പത്ത് കുറവായിരിക്കും. സ്ത്രീ പിള്ളേര് കൂടുതലായിരിക്കുമല്ലോ, സ്ത്രീ പ്രജ കൂടുതലായിരിക്കും, പുത്രന്മാരില്ല. പുത്രന്മാരെന്ന് പറയുമ്പോൾ കോമൺ നെയിമാണ്. പ്രോജനി എന്നുള്ള അർത്ഥം സന്താനം. പ്രോജനി എന്നുള്ള അർത്ഥമാണ് ആണോ പെണ്ണോ ആയിട്ടുള്ള. സന്താനം കുറവായിരിക്കും, ധനം കുറവായിരിക്കും, കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരും 8 സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ എക്കെയും ഒരു പാപന്റെ യോഗമോ ദൃഷ്ടിയോ കൂടി വരുമ്പോഴേ ഈ കുഴപ്പം കൂടുതൽ ഉണ്ടാവുള്ളൂ. ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. ഈ സൂര്യന് ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ചെയ്യൂല. 8 സൂര്യൻ നിൽക്കുകയാണ്, ആ സൂര്യനെ വ്യാഴം കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബുധൻ കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ശുക്രൻ കൂടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടി വന്നു, ശുക്രന്റെ ദൃഷ്ടി വന്നു, ബുധന്റെ ദൃഷ്ടി വരാൻ വഴിയില്ല. സൂര്യന് ബുധന്റെ ദൃഷ്ടി വരില്ല, യോഗമേ വരുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ എടുക്കണം. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കും. ഫലം ചിന്തിക്കുമ്പോൾ സൂക്ഷിച്ച് ഫലം എടുക്കണം. സ്വൽപാത്മജോ ആത്മജം സന്താനങ്ങൾ കുറവായിരിക്കും, കണ്ണിന് വിഷമങ്ങൾ ഉണ്ടാകും, ധനത്തിന് കുറവുണ്ടാകും. ധർമ്മേ സുതാർത്ഥ സുഖപാക്. 9 നിന്നാൽ ധർമ്മം 9 നിന്നാൽ സുതവും ധർമ്മവും സന്താനത്തിനും ധനത്തിനും സുഖത്തിനുമൊക്കെ അനുഭവിക്കാനിടവരും. സുഖം അനുഭവിക്കാനിടവരും. സന്താന സുഖം, ധനസുഖം, ധനം, സന്താനം എന്നീ സുഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. സന്താന സുഖവും ധനസുഖവും ഒക്കെ കിട്ടുമെന്നാണ്. 9 നിന്നാൽ നല്ല ഫലമാണ് പറയുന്നത്. അപ്പോൾ 3, 6, 9 ഇതൊക്കെ നല്ല ഫലമാണ് വരുന്നത്. ധർമ്മേ സുത അർത്ഥ സുഖപാക്. ധർമ്മേ ധർമ്മസ്ഥാനം വെച്ചാൽ 9 ആണ് ധർമ്മം. ധർമ്മേ
സുത അർത്ഥ. സുതൻ സന്താനത്തിന് നല്ലത്, ധനത്തിന് നല്ലത്, സുഖജീവിതമായിരിക്കും. ശ്രുത ശൗര്യഭാഗ് കേ എന്ന് വെച്ചാൽ 10. നല്ല ശ്രുത ശൗര്യം എന്ന് വെച്ചാൽ എന്തോന്നാ? ശ്രുത ശൗര്യഭാഗ്. ശ്രുത ശൗര്യഭാഗ് കേ 10 നിന്ന് കഴിഞ്ഞാൽ നല്ല സർക്കാർ ജോലികൾ കിട്ടുക, നല്ല ടെക്നോളജി ഉള്ള ആളായിരിക്കും, നല്ല ധൈര്യശാലിയായിരിക്കും. ശ്രുത നല്ല ധൈര്യം, നല്ല ടെക്നോളജി ഉള്ള ആളായിരിക്കും, നല്ല ധൈര്യശാലിയായിരിക്കും. പിന്നെ എന്താണ്? സർക്കാരുമായിട്ടുള്ള നേട്ടങ്ങളുണ്ടോ? 10 സൂര്യൻ നിൽക്കുന്നത്. സൂര്യന് ഏറ്റവും ദിഗ്ബലം കൂടുന്നത് എവിടെയാണ്? സൂര്യനും ചൊവ്വയ്ക്കും. സൂര്യനും ചൊവ്വയ്ക്കും ദിഗ്ബലം ഏറ്റവും കൂടുന്ന പാവം ഏതാണ്? അറിയാമോ? സൂര്യനും ചൊവ്വയ്ക്കും ദിഗ്ബലം ഏറ്റവും കൂടുന്നത് 10. വ്യാഴത്തിന് ലഗ്നത്തില്, ശനിക്ക് 7, ശുക്രന് 4, ബുധനും ലഗ്നത്തിൽ തന്നെ. ഏറ്റവും ബലം കൂടുന്നത് 10ലാണ്. സൂര്യന് ഏറ്റവും ബലം കൂടിയ പാവം എന്ന് വെച്ചാൽ 10ാം ഭാവമാണ്. അപ്പൊ ശ്രുത ശൗര്യഭാഗ് കേ, നല്ല ധൈര്യം ഉണ്ടാകും, പിന്നെ നല്ല ധൈര്യം, ടെക്നോളജിയിൽ നല്ല താല്പര്യം, നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടായിരിക്കും, സർക്കാർ ജോലിയൊക്കെ കിട്ടും 10 നിന്ന് കഴിഞ്ഞാൽ. ലാഭേ പ്രഭു ധനവാൻ, ലാഭസ്ഥാനത്ത് 11 എല്ലാ ഗ്രഹത്തിനും നല്ല ഫലമാണ് പറയുന്നത്. ശുഭനായാലും പാപനായിരുന്നാലും 11 നല്ല ഫലം. ലാഭേ പ്രഭുത്വം ഉണ്ടാകും. ലാഭേ പ്രഭു ധനവാൻ, ധനവും പ്രഭുത്വം ഉണ്ടാകും. പതിതസ്തു രിപേ 12 വന്നു കഴിഞ്ഞാൽ പതനമാണ്. ശുക്രനെ പോയിട്ട് ബാക്കി എല്ലാവർക്കും 12 ദോഷഫലമാണ് പറയുന്നത്. പതിതസ്തു രിപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. പതനം 12 സൂര്യൻ വന്നാൽ പതനം ഉണ്ടാകും. 12 സൂര്യൻ വന്നാൽ പതനം ഉണ്ടാകും. അപ്പോൾ ഇത്രയും നമുക്ക് കുറേശ്ശായിട്ട് ഒന്ന് എഴുതാം. എഴുതുമ്പോഴും ഞാൻ പറഞ്ഞ ഒന്നുകൂടി മനസ്സിലാക്കി പോകും. ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചുണ്ടാകും. 2 സൂര്യൻ നിന്നാൽ നല്ല ധനമുള്ളവനും, ഉള്ളവൻ അല്ലെങ്കിൽ ഉള്ളവൾ എന്നും എടുക്കാം. നമ്മുടെ പുല്ലിംഗ ശബ്ദത്തിൽ പറയും, സ്ത്രീലിംഗ ശബ്ദത്തിലും എടുത്തോളാം. നല്ല ധനമുള്ളവളും മുഖരോഗമുള്ളവനും സർക്കാരിനാൽ ധനം അപഹരിക്കപ്പെടുകയോ റിക്കവറി ജപ്തി നടപടികൾ വരികയോ ആകാം. അങ്ങനെ എഴുതുമ്പോൾ ബാക്കി നമുക്ക് മനസ്സിലായിക്കൊള്ളുമല്ലോ. റിക്കവറിയോ ജപ്തി നടപടികൾ വരികയോ ആകാം. അതിലൊക്കെയാണ് ഇന്ന് ചാൻസ് കൂടുതൽ. റിക്കവറികളോ ജപ്തി നടപടികൾ വരികയോ ആകാം. വാക്ക് കൊണ്ട് ദോഷവും ഉണ്ടാകാം. 2ാം ഭാവം കൊണ്ട് വാക്കിനെ ചിന്തിക്കാം. ഇപ്പൊ ധനത്തിന് മാത്രമാണ് ഇവിടെ പറയുന്നത്. 2ാം ഭാവം കൊണ്ട് ധനത്തിനെ ചിന്തിക്കാമെങ്കിൽ വാക്കിനെ ചിന്തിച്ചുകൂടി. 2 സൂര്യൻ നിന്നാൽ നല്ല കുത്തി നോവിക്കും പോലെ സംസാരിക്കും. നോക്കിക്കൊണ്ടാൽ മതി. വീട്ടിലൊക്കെ നമ്മള് ആൾക്കാരാരെങ്കിലും നമ്മളെ ബന്ധുക്കളോ മക്കളോ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. നല്ല കുത്തി നോവിക്കും പോലെ സംസാരിക്കും. വാഗ്ദോഷവും ഉണ്ടാകും. കുടുംബത്തെ ചിന്തിക്കാമല്ലോ, വീട്. എന്താ? 2 കൊണ്ട് വീട് ചിന്തിക്കാമല്ലോ. വാക്ക് 2 കൊണ്ട് വീടിനെ ചിന്തിക്കാമല്ലോ. പൂർവ്വധനത്തിനെ ചിന്തിക്കാം. പൂർവ്വധനം പൂർവ്വ കുടുംബത്തിലെ ധനം, അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ സംഭവിച്ച ധനമൊക്കെ പൂർവ്വധനം എന്ന് പറയും. ആ ധനത്തിനൊക്കെ 2 കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു വീടുമൊക്കെ അതിനകത്ത് വരാം. അങ്ങനെ പൂർവ്വധനം എന്ന് വീടെന്നുള്ള അർത്ഥമല്ല, പൂർവ്വധനം എന്നർത്ഥം.
അടുത്ത 3. 3-ൽ സൂര്യൻ നിന്നാൽ ബുദ്ധിമാനും ധൈര്യശാലിയുമായിരിക്കും. 3-ൽ സൂര്യൻ നിന്നാൽ ബുദ്ധിമാനും ധൈര്യശാലിയുമായിരിക്കും. അടുത്ത 4. 4-ൽ നിന്നാൽ മനസ്സിന് പീഡയും മാതാവ്, മാതുലൻ തുടങ്ങിയ മാതൃബന്ധുക്കൾക്ക് ദോഷവും. മനസ്സിന് പീഡയും മാതാവ്, മാതുലൻ തുടങ്ങിയ മാതൃബന്ധുക്കൾക്ക് ദോഷവും പറയാം. അടുത്ത 5. 5-ൽ നിന്നാൽ സന്താനക്ലേശവും ധനക്ലേശവും പറയാം. സന്താനക്ലേശവും ധനക്ലേശവും പറയാം. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. അടുത്ത 6. 6-ൽ നിന്നാൽ ശത്രുക്കളെ ജയിക്കുന്നവനായിരിക്കും. 6-ൽ നിന്നാൽ ശത്രുക്കളെ ജയിക്കുന്നവനായിരിക്കും. ഏഴ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ, സ്ത്രീയാണെങ്കിൽ ഭർത്താവിനാൽ, പുരുഷനാണെങ്കിൽ ഭാര്യയാൽ. അതാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ, അവരിൽ നിന്ന് പരിഭവം ഉണ്ടാവുകയോ ആകാം. അവരിൽ നിന്ന് പരിഭവം ഉണ്ടാവുകയോ ആകാം. അവരിൽ നിന്ന് പരിഭവം ഉണ്ടാവുകയോ ആകാം. 8. 8-ൽ നിന്നാൽ സന്താനം കുറഞ്ഞും ധനം കുറഞ്ഞും കണ്ണിന് അസുഖവും പറയാം. സന്താനം കുറഞ്ഞും ധനം കുറഞ്ഞും കണ്ണിന് അസുഖവും പറയാം. സന്താനം കുറഞ്ഞും ധനം കുറഞ്ഞും കണ്ണിന് അസുഖവും പറയാം. അടുത്ത 9. 9-ൽ നിന്നാൽ സന്താനസുഖം, ധനസുഖം, മനസുഖം എന്നിവ ഉണ്ടാകും. സന്താനസുഖം, ധനസുഖം, മനസുഖം എന്നിവ ഉണ്ടാകും. അടുത്ത 10. 10-ൽ നിന്നാൽ ധൈര്യം, സർക്കാർ ജോലി, തൊഴിൽ നിപുണത എന്നിവ ഫലം.
ധൈര്യം, സർക്കാർ ജോലി, തൊഴിൽ നിപുണത. ധൈര്യം, സർക്കാർ ജോലി, തൊഴിൽ നിപുണത എന്നിവ ഫലം. സൂര്യന് ഏറ്റവും ദിഗ്ബലം ഏറ്റവും കൂടുന്നത് 10-ലാണ്. സൂര്യന് ദിഗ്ബലം ഏറ്റവും കൂടുന്നത് 10-ലാണ്. അടുത്ത 11. 11 നിന്നാൽ പ്രഭുത്വവും ധനവും ഉണ്ടാകും. 11 നിന്നാൽ പ്രഭുത്വവും ധനവും ഉണ്ടാകും. അടുത്ത 12. 12 നിന്നാൽ പതനവും ചെലവ് കൂടിയും കാണപ്പെടും. പതനവും ചെലവ് കൂടിയും കാണപ്പെടും. സൂര്യനെ കുറിച്ച് പഠിച്ചു തീർത്തു. അടുത്തിനി ചിങ്ങ ലഗ്നത്തിനെ കുറിച്ച് പഠിക്കണം. പഠിക്കാമോ? സൂര്യന്റെ രാശി. ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർ എങ്ങനെയൊക്കെ ഇരിക്കും, അവരുടെ പ്രത്യേകത എന്ത്? ഒരു ജാതകം എഴുതുമ്പോൾ ചിങ്ങ ലഗ്നത്തിൽ ഒരു ജാതകം വന്നാൽ അത് എന്തൊക്കെ എങ്ങനെയൊക്കെ എഴുതാം, ഇതെല്ലാം ഇതിനകത്ത് വരും. ഈ നോട്ടിനെ കയ്യിൽ വെച്ചിരുന്നാൽ ഒരു ഗൈഡ് ലൈനായിട്ട് ഉപയോഗിക്കാം. നോക്കാമോ? ഹലോ, നോക്കാം സാർ, നോക്കാം. ചിങ്ങം കാലപുരുഷന്റെ 5-ാം രാശിയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ 5-ാം ഭാവ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇത് പറയുമ്പോൾ കൂടെ വരും. മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം. സ്വനാമ സദൃശ എന്ന് പറയും. കുറെ കാര്യത്തിന് പറഞ്ഞിട്ട് സ്വനാമ സദൃശ എന്ന് പറയുന്നില്ലേ? ചിങ്ങം കാലപുരുഷന്റെ 5-ാം രാശിയാണ്. സൂര്യന്റെ രാശിയാണ്. സൂര്യനാണ് ഇവിടുത്തെ അധിപതി. ഇവിടെ ആർക്കും ഉച്ചമോ നീചമോ ഒന്നുമില്ല. ഒരു ഗ്രഹത്തിനും ഉച്ചവുമില്ല, ഒരു ഗ്രഹത്തിനും നീചവുമില്ല. സൂര്യന് സ്വക്ഷേത്രം അത്രയാണ്. സിംഹമാണ് ഇവിടുത്തെ അടയാളം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെ പിന്നെ ഒന്നുകൂടി പറയുന്നു. കാലപുരുഷന്റെ 5-ാം രാശി, സൂര്യനാണ് രാശിയുടെ അധിപതി. ഒരു ഗ്രഹത്തിനും ഉച്ചവും നീചവും ഇല്ല. ചിങ്ങൻ രാശിയിൽ ആർക്കും ഉച്ചവും ഇല്ല, ആർക്കും നീചവും ഇല്ല. സൂര്യന് സ്വക്ഷേത്രം അത്ര തന്നെ. സിംഹമാണ് ചിഹ്നം, അടയാളം സിംഹമാണ്. പിന്നെ ഇവിടുത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകം, പൂരം, ഉത്തരത്തിക്കാല്. ഇത്രയാണ് ഇവിടുത്തെ നക്ഷത്രം. മകവും പൂരവും ഉത്തരത്തിലെ കാലും ജനിക്കുന്നവർ ചിങ്ങം രാശിക്കാരെന്നറിയപ്പെടുന്നു. പ്രധാനമായിട്ടുള്ള വിഷയം ഇത്രയും തന്നെ. പിന്നെ ഇതൊരു സ്ഥിരരാശിയാണ്. സ്ഥിരരാശി എന്നറിയും. പിന്നെ ആഗ്നേയ രാശിയാണ്. സ്ഥിരരാശിയാണ്, ആഗ്നേയ രാശിയാണ്, പുരുഷരാശിയാണ്. പുരുഷരാശിയാകുമ്പോൾ പുരുഷ തത്വങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ കുറെ പോയിന്റ് പഠിച്ചതെല്ലാം ഇവിടെ തിരിച്ചു വരും. ആജ്ഞാപിക്കുക, ധൈര്യം പ്രകടിപ്പിക്കുക, സംരക്ഷിക്കുക, അഹങ്കാരം കുറച്ച് ഒരു ഗർവ് കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കാണിക്കുക. സൂര്യന്റെ രാശി. സ്ഥിരരാശിയാകുമ്പോൾ എന്താണ്? സ്ഥിരരാശിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് അറിയാമോ? അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക, ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യം ഉണ്ടാവുക, അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും, സ്ട്രോങ് ആയിരിക്കും, സ്ട്രോങ് ഡെസിഷനൊക്കെ ആയിരിക്കും. അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക, ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യം വരിക, ഇങ്ങനെയൊക്കെ വരും. ഇതാണ് സ്ഥിരരാശി. പുരുഷരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ തത്വം നമ്മൾ നേരത്തെ സ്ഥിരരാശിയാണെങ്കിൽ നമ്മൾ ജനിച്ച സ്ഥലത്ത് തന്നെ താമസിക്കുന്നുള്ളതല്ലേ? എങ്ങനെ? ജനിച്ച സ്ഥലത്ത് തന്നെ താമസിക്കുന്നുള്ള സ്ഥിരരാശിയാണെങ്കിൽ നമ്മളിപ്പോ ചരരാശിക്ക് ദൂരം. ചരരാശിക്കാര് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിച്ചവരായിരിക്കും. മറ്റേ സ്ഥിരരാശി അതല്ല. അവിടെ കുട്ടിക്കാൻ നിൽക്കും. വിട്ടു ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ അവിടെ വിട്ട് മാറാനൊക്കെ പിന്നെ പ്രയാസം വരും. അതുമായിട്ട് അങ്ങ് ഇണങ്ങിച്ചേരും. അങ്ങനെയുള്ള സ്വഭാവക്കാരാണ്.
അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ചിങ്ങം കാലപുരുഷന്റെ 5-ാം രാശി, സൂര്യനാണ് ഇവിടുത്തെ അധിപൻ, അടയാളം സിംഹമാണ്, നക്ഷത്രം ഇവിടെ ഉച്ചനീചത്വങ്ങൾ ആർക്കുമില്ല, നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിന്റെ കാൽ വരെയാണ്, സ്ഥിരരാശിയാണ്, സ്ഥിര സ്വഭാവമുള്ളവരായിരിക്കും, സ്ഥിരമായ അഭിപ്രായങ്ങളുള്ളവരായിരിക്കും, പിന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും, പുരുഷരാശിയാണ്, പുരുഷ തത്വം പ്രകടിപ്പിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ രാശിയെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരയില് 16-ല് 5 ഈ രാശി. ഒന്ന് വായിച്ചുകൂടാ? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം ഒന്ന് പറയാം. തീഷ്ണ സ്ഥൂലകനുർ വിശാലവദന പിംഗലേക്ഷണോ അല്പാത്മജ സ്ത്രീദ്വേഷി പ്രിയമാംസ കാനനനക കുപ്യത്യകാരിയെ ചിരം ശത്രുഷ്ണ ഉദരദന്തമാനസരജ സംപീഡിതസ്ഥാഗവൻ വിക്രാന്ത സ്ഥിരതി സുഗർവിധമന മാതൃവിധേയോ അർക്കപേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലായില്ല. ഒരു കവിതയായിട്ട് പാടിയിട്ടുണ്ട്. തീഷ്ണ സ്ഥൂലകനുർ വിശാലവദന പിംഗലേക്ഷണ അല്പാത്മജ സ്ത്രീദ്വേഷി പ്രിയമാംസ കാനനനക കുപ്യത്യകാരിയെ ചിരം ശത്രു ഉഷ്ണ ഉദരദന്ത മാനസരജ സംപീഡിതസ്ഥാഗവാൻ വിക്രാന്ത സ്ഥിരതി സുഗർവിധമന മാതൃവിധേയോ അർക്കപേ. ആദ്യം പറയുന്നത് സ്ത്രീ തീഷ്ണ. തീഷ്ണ നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചു, സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോ തീഷ്ണ. തീഷ്ണ എന്ന് വെച്ചാൽ എന്താണ്? ശൂര എന്ന് വെച്ചത് പരാക്രമം, തീഷ്ണത. ഏതൊരു കാര്യത്തിനും ഭയങ്കര തീഷ്ണതയായിരിക്കും. ഏതൊരു കാര്യത്തിനും തീഷ്ണത കൂടുതലായിരിക്കും. തീഷ്ണത കൂടുതൽ വെച്ചാൽ പരാക്രമശാലിയായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. തീഷ്ണ. സ്ഥൂല കനൂർ. സ്ഥൂല കനു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തടിച്ച കൂർമ്മയായ തടിച്ച താടി. തടിച്ച താടി എന്നർത്ഥം. തടിച്ച താടി. വിശാലവദന. വിശാലവദന വെച്ചാൽ മുഖം നല്ല വിശാലമായ മുഖമുള്ളവരായിരിക്കും. അതായത് രാശിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് ശരീരഭാഗത്തിനെ കുറിച്ച് പറയും. ഇവരെ കാണാൻ എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത് എല്ലാ രാശിക്കും പറയാറുള്ളത്. മേടം പഠിച്ചാലും വരും, ഇടവം പഠിച്ചാലും വരും, മിഥുനം പഠിച്ചാലും വരും. ആദ്യം കുറച്ച് ശരീരത്തിനെ കുറിച്ച് വർണ്ണിക്കും. ആദ്യം പറയുന്നത് തീഷ്ണ എന്ന് പറഞ്ഞാണ്. ആ വാക്കിലാണ് തുടങ്ങുന്നത്. ഭയങ്കരമായ ധൈര്യവും പ്രകടിപ്പിക്കുന്നവരും പിന്നെ എന്താണ് പരാക്രമശാലിയും ധൈര്യം പ്രകടിപ്പിക്കുന്നവരും ഒക്കെ ആയിരിക്കും തീഷ്ണ. സ്ഥൂല കനൂർ. തടിച്ച താടി ഉള്ളവരായിരിക്കും. വിശാലവദന. വിശാലവദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ മുഖം ഉള്ളവരായിരിക്കും. വിശാലവദന. പിംഗലേക്ഷണ. പിംഗല നിറമുള്ള കണ്ണ്. നമ്മൾ സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്തൊന്നും പഠിച്ചത്? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. സൂര്യന്റെ രാശിയായോണ്ടാണ് വരുന്നത്. അതാണ് സൂര്യൻ ഉടൻ തന്നെ ചിങ്ങ രാശി. പിംഗലേക്ഷണ എന്ന് പറഞ്ഞാൽ കലങ്ങിയ, പിംഗല തേൻ നിറമുള്ള കലങ്ങിയ കണ്ണുകളുള്ളവർ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? എപ്പോഴും ദേഷ്യത്തിന്റെ സ്വഭാവം ഉള്ളവരെന്ന് അർത്ഥം. നമ്മൾ സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോഴെന്ന് പറയുന്നത് പഠിച്ച ആ വാക്കുകൾ എന്താണ്? സൂര്യനെ കുറിച്ച് പഠിച്ച എന്താണ്? ശ്ലോകം ഓർമ്മയുണ്ടോ? മധുപിംഗല ദൃക്കാണോ? എങ്ങനെ? മധുപിംഗല ദൃക്. തേൻ നിറമുള്ള, പിംഗല നിറമുള്ള അല്ലെങ്കിൽ തെങ്ങിന്റെ നിറമുള്ള കലങ്ങിയ കണ്ണുകളുള്ളവരാണെന്ന് ധരിച്ചു. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിംഗലേക്ഷണ. പിംഗല മധു പിംഗള ദൃക്ക് എന്ന് വിളിച്ചു. ഇവിടെ പിംഗലേക്ഷണോ ഈക്ഷണ. ഈക്ഷണം എന്ന് വെച്ചാൽ കണ്ണ്. വാക്കിനെ മാറ്റി. അവിടെ ദൃക്ക് എന്ന് പറഞ്ഞു. ഇവിടെ ഈക്ഷണം. ഈക്ഷണം എന്ന് വെച്ചാൽ കണ്ണ്. കണ്ണ് വാക്കിനെ മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ സൂര്യന്റെ സ്വഭാവം തന്നെയാണ് ഇവിടെ പറയുന്നത്. അത്രയും. ഇതാണ് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം. മധു പിംഗള ദൃക് എന്ന് അവിടെ പഠിച്ചു. ഇവിടെ പിംഗലേക്ഷണോ അല്പാത്മജ. സന്താനം കുറവായിരിക്കും. സന്താനം കുറവായിരിക്കും എന്ന് പറയേണ്ട കാര്യം പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. 4 രാശിക്കാര് സന്താനം കുറഞ്ഞ ആളുകളാണ്. കന്യ, അളി, ഗോ, കരിഷു ച അല്പസുതമിന്ദോ എന്ന് പറയും. കന്യ, അളി, ഗോ, കരിഷു ച അല്പസുതമിന്ദോ. കന്നി, അതായത് 3 സ്ഥിരരാശികൾ. ഇടവം, ചിങ്ങം, വൃശ്ചിക. 3 സ്ഥിരരാശി. കന്നി. ഇത് 4ലും ജനിക്കുന്നവർക്ക് സന്താനം കുറവായിരിക്കും എന്ന് പറയുന്നു. അതായത് ഇടവം,
ചിങ്ങം വൃശ്ചികം 3 സ്ഥിരരാശിയല്ലേ? ഇടവം ചിങ്ങം വൃശ്ചികം 3 സ്ഥിരരാശിയാണല്ലോ, ഉം. ശരിയല്ലേ? അതെ. പിന്നെ കന്നിയും കൂടി ചേർക്കണം. കുംഭം വേണ്ട, കുംഭത്തിന് വരാൻ കന്നിയെ ചേർത്തു. ഇത് 4 അല്പപുത്ര രാശികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് അല്പാത്മജ, സന്താനം കുറവായിരിക്കും. അതിന് പറയാനുള്ളത് ആചാര്യന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, സിംഹത്തിന് കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും, അതുപോലെ കാള പശുവിന് കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നു എന്നൊരു അർത്ഥം എടുക്കാറുണ്ട്. സിംഹത്തിന് കുട്ടികളുടെ ഇപ്പൊ പശു, പിന്നെ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആട് പട്ടി പൂച്ചയ്ക്കൊക്കെ കുട്ടികൾ കൂടുതലായിരിക്കും. ആടിനും അത്രത്തോളം വരില്ല, എന്നാലും 2-3 കുട്ടികളൊക്കെ വരാറുണ്ട്. സിംഹത്തിന് കുട്ടികൾ കുറവായിരിക്കും, പശുവിനും അതുപോലെ കുട്ടികൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ രാശികളിലും സന്താനം കുറവ് എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം എന്നെടുക്കാറുണ്ട്. വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പോഴ് തീഷ്ണ, ആദ്യം പറഞ്ഞത് തീഷ്ണ, ശ്ലോകം വീട്ടിൽ വെച്ച് പഠിക്കുന്നവർക്ക് കേട്ടുകൊണ്ടിരുന്ന ഇന്ന് പോയി വായിച്ചാൽ നല്ല എളുപ്പമായിരിക്കും. തീഷ്ണ, സ്ഥൂല കനുർ, വിശാലപതന, തടിച്ച താടിയല്, വിശാലമായ മുഖം, തീഷ്ണതയും ധൈര്യവും പരാക്രമവും തീഷ്ണതയും ഉള്ളവരും, ധൈര്യവും പരാക്രമവും ഉള്ളവരും, തടിച്ച താടിയല്ലുള്ളവരും, പിന്നെ വിശാലമായ മുഖമുള്ളവരും, പിങ്ങല നിറവും അല്ലെങ്കിൽ തേനിന്റെ നിറമോ പിങ്ങല നിറമോ ഉള്ള കലങ്ങിയ കണ്ണുകളുള്ളവരുമായിരിക്കും. അല്പാത്മജ, സന്താനം കുറഞ്ഞവരായിരിക്കും. ഈ വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞു പോകാം. ഈ ഇടവം, ചിങ്ങം, വൃശ്ചികം, കന്നി, ഇത് 3 അല്പപുത്ര രാശി എന്ന് പറയാൻ ചെറിയൊരു ലോജിക് ഉണ്ട്. അറിയാമോ ആർക്കെങ്കിലും? സ്ഥിരരാശിയാണല്ലോ. സ്ഥിരരാശിയാണ്. ഇവനെ കുംഭത്തിനെ പറയണമല്ലോ, സ്ഥിരരാശിയല്ല. മുൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം. അതാണ് ഞാൻ ചോദിച്ചാൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ കഴിയും. ഇടവത്തിന്റെ ലഗ്നാധിപനാര്? ശുക്രൻ. ശുക്രൻ. സന്താനത്തിനെ സൂചിപ്പിക്കുന്നത് ഏത് ഭാവം കൊണ്ടാണ്? 5. ഈ ഇടവ ലഗ്നത്തിന്റെ അധിപന് 5-ലുമായിട്ടുള്ള ബന്ധം എന്നൊന്ന് ആലോചിച്ച് നോക്കണം. 5 കന്നി വരും. ഇടവത്തിന്റെ 5 കന്നി നീചമല്ലേ? നീചം. അതാണ് ഒരു കാര്യം. ഇടവ ലഗ്നക്കാരന് ആ ലഗ്നത്തിന്റെ അധിപനായ ശുക്രൻ 5 നീചമാണ്, ഒട്ടും ബലമില്ല. 5-ാം ഭാവത്തിൽ വരുമ്പോൾ ഇയാൾക്ക് ബലമില്ല. അപ്പോൾ 5-ാം ഭാവ സംബന്ധമായ ദുരിതം ഉണ്ടാകാൻ ഒരു ഇടയുണ്ടാവും. 5 എന്ന് വെച്ചാൽ സന്താനം. സന്താനം കുറവെന്ന് പറയുമ്പോൾ 5-ാം ഭാവമായിട്ട് ഒരു ബന്ധം വരണമല്ലോ. വരണ്ടേ? വരണം. അപ്പോൾ ഇടവ ലഗ്നക്കാരന് ആ ലഗ്നത്തിന്റെ അധിപതിയായ ശുക്രൻ 5-ല് നീചം വരികയാണ്. അതൊരു കാരണമാണ്. ഇനി കന്നി ലഗ്നക്കാരൻ 5 ഏത്? ധനുരാശി. മകരം. മകരത്തിന്റെ പ്രത്യേകത എന്താണ്? കന്നി ലഗ്നക്കാരന് 5 എന്ന് പറയുന്ന മകരം. മകരത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു നോക്കണം. ഇവിടെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ എക്കോ അടിക്കും. സന്താന കാരകനായ വ്യാഴത്തിന് 5-ല് നീചം. അതാണ് അവിടെ മകരത്തിന് കന്നിക്ക് വരാണ്. കന്നി എന്ന് പറയുന്നത്, കന്നിയുടെ 5 എന്ന് പറയുന്നത് മകരമാണ്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം. അവിടെ സന്താന കാരകന് നീചം. അവിടെ കന്നി ലഗ്നത്തിനെയും ബാധിച്ചു, സന്താനത്തിനെ ബാധിച്ചു. ഇനി ചിങ്ങത്തിനും വൃശ്ചികത്തിനും എന്താണ് പ്രത്യേകത? ചിങ്ങത്തിനും വൃശ്ചികത്തിനും എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ തോന്നുന്നത് വ്യാഴത്തിന്റെ രാശി 5-ാം ഭാവം ആയതുകൊണ്ടായിരിക്കാം. ചിങ്ങത്തിന് 5 വ്യാഴത്തിന്റെ രാശി, വൃശ്ചികത്തിനും 5 വ്യാഴത്തിന്റെ രാശി. അതുകൊണ്ടായിട്ടാണോ എന്നറിയില്ല. അതൊരു സംശയ ദൃഷ്ടിയാണ്, സംശയത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിങ്ങത്തിന്റെ 5 ഏതെന്ന് നോക്കണം. ചിങ്ങത്തിന്റെ 5 ഏത്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, വ്യാഴത്തിന്റെ രാശി.
വൃശ്ചികത്തിന്റെ 5 വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, വ്യാഴത്തിന്റെ രാശി. മീനം. അതുകൊണ്ടായിട്ടായിരിക്കാം ഇതാണ് ഇങ്ങനെ അല്പ ഉത്തര രാശികൾ എന്ന് പറയാൻ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് തീഷ്ണ ചിങ്ങ രാശിയിൽ ജനിച്ചവര് തീഷ്ണത കൂടുതലായിരിക്കും, സ്ഥൂല കനു തടിച്ച താടിയല്ലുള്ളവരായിരിക്കും, വിശാലമായ മുഖമുള്ളവര്, പിങ്ങല നിറമോ തേനിന്റെ നിറമോ പിങ്ങല നിറമോ ഉള്ള കലങ്ങിയ കണ്ണുകളുള്ളവരായിരിക്കും, സന്താനങ്ങൾ കുറഞ്ഞവരായിരിക്കും. ഇത്രയും ഒരു സ്റ്റെപ്പ്. അടുത്തിന് നോക്കിക്കൊള്ളണം. ഇനി വേണം വളരെ സൂക്ഷിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് തിരിച്ചും വരുന്നത്. ശത്രുഷ്ണ ഉദര ദന്ത മാനസ രുച. രുച എന്ന് വെച്ചാൽ അസുഖം. ശത്രു എന്ന് വെച്ചാൽ പല്ല്. ശത്രു ഉഷ്ണം പല്ലിന് രോഗം, ഉഷ്ണരോഗം, ഉദരരോഗം, മാനസികമായ രോഗങ്ങൾ ഉള്ളവരായിരിക്കും. ഉദരം വയറിന് രോഗം. പല്ലിന്റെ കാരകത്വം സൂര്യനാണ്. അപ്പോൾ പല്ലിന് അസുഖം വരാം, ഉഷ്ണരോഗം വരാം. സൂര്യൻ ഉഷ്ണത്തിന്റെ ആളാണ്. പോയിട്ട് സൂര്യന്റെ പ്രകൃതം ഏതെന്ന് പഠിച്ചു നമ്മൾ, ഓർമ്മയുണ്ടോ? പിത്തപ്രകൃതമാണോ, കഫപ്രകൃതമാണോ, വാദപ്രകൃതമാണോ? പിത്തം എന്ന് വെച്ചാൽ ചൂടെന്നർത്ഥം, ഹീറ്റ്. ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെ ഉള്ളവരാണെന്നൊക്കെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും എന്ന് പഠിച്ചു. നല്ല വിശപ്പുള്ളവരായിരിക്കും, ദാഹമുള്ളവരായിരിക്കും. അപ്പോൾ ശത്രു ഉഷ്ണരോഗമുള്ളവരാണ്. ഉഷ്ണം അല്ലെങ്കിൽ പിത്തപ്രകൃതമുള്ളവരും ഉഷ്ണരോഗമുള്ളവരുമായിരിക്കും. പിത്തം, ശത്രു, ഉഷ്ണ, ഉദരം എന്ന് പറഞ്ഞാൽ അതിനും ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ചൊവ്വയുടെ ശരീരഭാഗം തല എന്ന് പറഞ്ഞു തന്നു. ചൊവ്വയുടെ സൂചിക്കുന്ന ഭാഗം തലയാണ്. ശുക്രന് മുഖം, ബുധന് കയ്യും തോളും ഒക്കെയാണ്. ചന്ദ്രന് ഹൃദയം, സൂര്യന് ഹൃദയത്തിന്റെ അടിഭാഗവും വയറും എന്ന് പറഞ്ഞു തന്നു. ഇതൊക്കെ സൂര്യന്റെ സൂചിപ്പിക്കുന്ന ശരീരഭാഗം. സൂര്യൻ സൂചിപ്പിക്കുന്ന ശരീരഭാഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അടിഭാഗവും വയറുമാണ്. അതാണ് ഉദര രോഗം വരുന്നു പറയുന്നത്. ഇപ്പൊ സൂര്യൻ സൂചിപ്പിക്കുന്ന ശരീരഭാഗം ഉദരമാണ്. അതുകൊണ്ട് ഉദരത്തിന് രോഗം വരാം. മാനസ എന്ന് പറയാൻ കാര്യം എന്താണ്? മനസ്സിന് അസുഖം പറയേണ്ട കാര്യം പറഞ്ഞു നോക്കണം. സൂര്യൻ ചിങ്ങൻ രാശി എത്രാമത്തെ രാശിയാണ് കാലപുരുഷന്റെ? 5-മത്തത്. രാശി കൊണ്ട് മനസ്സിനെ ചിന്തിക്കൂലേ? മനസ്സിനെ ചിന്തിക്കൂലേ? അതാണ് മനസ്സിന് അസുഖം ഉണ്ടാവാം. ഇനിയും ഉണ്ട് 5-ാം ഭാവത്തിന് സൂര്യൻ. ഒരു പോയിന്റ് കൂടി ഇനിയും വരും. മന്ത്രമല്ല, വേറെ ഒരു കാര്യം കൂടി വരും. അത് വരുന്നിടത്ത് വെച്ച് പറഞ്ഞു. അപ്പോൾ ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസ രുച. പല്ലിന് രോഗം വരാം, ഉഷ്ണരോഗങ്ങളും പിത്തപ്രകൃതമുള്ള അസുഖങ്ങളും വരാം. ഉഷ്ണരോഗവും പിത്തപ്രകൃതമുള്ള അസുഖം വരാം. ഉഷ്ണരോഗവും പിത്തപ്രകൃതമുള്ള അസുഖങ്ങൾ വരാം. ഉദരത്തിന് അസുഖം വരാം. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ വരാം. ശത്രു ഉഷ്ണ ഉദര ദന്തമാനസരുച. സംപീഡിത സ്ത്യാഗവാൻ. സദാസമയവും മനസ്സിന് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ട, 5-ാം ഭാവം മനസ്സിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു. എന്ത് ക്ലിയർ എന്ന് നോക്കിക്കൊള്ളണം. ക്ലിയർ ആയിട്ട് 5-ാം ഭാവത്തിന്റെ കാരകത്വം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സംപീഡിത, സദാസമയം മനസ്സിനെ ഇട്ട് അലട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിന് ഒരു സമാധാനവും കിട്ടൂല. എന്തെങ്കിലും ചുമ്മാ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത രീതിയിൽ തന്നെ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എനിക്ക് ഒരു സുഖവും ഇല്ല എന്നുള്ളൊരവസ്ഥ വരും. സംപീഡിത സ്ത്യാഗവാൻ. സദാസമയവും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസ രുച. സംപീഡിത സ്ത്യാഗവാൻ. ഇനി സ്ത്രീ ദ്വേഷി എന്ന് പറയുന്നുണ്ട് അടുത്ത്. സ്ത്രീകൾ, അത് വളരെ കൃത്യമാണ്. എങ്ങനെ പറഞ്ഞു എന്നറിയില്ല. സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കൂല അവര്. അതൊരു പ്രധാന കാര്യമാണ്. ചിങ്ങൻ രാശിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ
നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. ഈ വക കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ആരും ഉണ്ടെന്നെങ്കിൽ ഉണ്ടെന്ന് പറയുമില്ല, പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. സ്ത്രീകളെ കുറിച്ച് അത്ര ഒരു എല്ലാ രാശിക്കും സ്ത്രീകളെ കുറിച്ച് ഓരോ പോയിന്റ് പറയും. മേടത്തിന് പറയുന്നത് വൃത്താതാമ ഉഷ്ണ ക്ഷിപ്ര അടന കാമി എന്ന് പറയും. ദുർബ അസ്ത്രധന ശൂര അങ്ങനെ വല്ലഭ എന്നൊക്കെ പറയും. ഓരോ രാശി പറയുമ്പോഴും സ്ത്രീകളെ കുറിച്ച് ഒരു വാക്ക് പറയും. ഒന്നുകിൽ സ്ത്രീകളുമായിട്ട് സ്നേഹം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളടുത്ത് സ്ത്രീകളെ അഭിപ്രായം കിട്ടാൻ നല്ല താല്പര്യമുള്ളവരായിരിക്കും, സ്ത്രീകളെ സ്നേഹിക്കുന്നവരായിരിക്കും, സ്ത്രീകളെ ദ്വേഷിക്കുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. അതിൽ ചിങ്ങത്തിന് പറയുന്നത് സ്ത്രീ ദ്വേഷി എന്നാണ്. സ്ത്രീകളെ ദ്വേഷിക്കുക, സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. ശരിക്കും പറഞ്ഞാൽ ഭാര്യയായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചുമ്മാ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ. നമ്മൾ ആദ്യം 7 സൂര്യൻ നിന്നാലുള്ള ഫലം പറഞ്ഞില്ലേ, അതുപോലെ വരും. സ്ത്രീ ദ്വേഷി. അപ്പോൾ ഒന്നുകൂടി പറയാം, തീഷ്ണ അല്ലെങ്കിൽ എന്താണ് തീഷ്ണ അല്ലെങ്കിൽ എന്താണ് ഗർവമുള്ളവരും. എന്തോന്ന് പറഞ്ഞത്? ഒരു പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ. ഗർവമുള്ളവരും പരാക്രമശാലിയും ഗർവമുള്ളവരുമായിരിക്കും. തടിച്ച താടിയല്ലും വിശാലമായ മുഖവും ഉള്ളവരാണ്. പിങ്ങല നിറം അല്ലെങ്കിൽ തേൻ നിറത്തിന്റെ നിറമുള്ള കലങ്ങിയ കണ്ണുകളുള്ളവര്. പിന്നെ സന്താനങ്ങൾ കുറഞ്ഞവരായിരിക്കും. പല്ല്, ഉദരം, മനസ്സ്, വയറിനൊക്കെ രോഗമുള്ളവരായിരിക്കും. സദാസമയം മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ത്രീ ദ്വേഷിയായിരിക്കും. സ്ത്രീകളെ ദ്വേഷിക്കുന്നവരും സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാത്തവരുമായിരിക്കും. പ്രിയ മാംസ കാനന നഖ. വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും വനാന്തരങ്ങളിലും ഒക്കെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. ഇതാരുടെ സ്വഭാവമാണ്? സിംഹത്തിന്റെ സ്വഭാവം. മാംസഭക്ഷണത്തിന് താല്പര്യം. വനാന്തരങ്ങളിലും കാടുകളിലും പാറകളിലും പാറക്കെട്ടുകളിലും ഇടയ്ക്ക് സഞ്ചരിക്കുക എന്ന് വെച്ചാൽ സിംഹത്തിന്റെ സ്വഭാവം. ഇനി പിന്നെ എന്തോന്നാണ്? മാംസപ്രിയനാണ് സിംഹം. മാംസപ്രിയൻ. ഇവരെ സംബന്ധിച്ച് ഈ പച്ചക്കറി വിഭവത്തിനേക്കാളും മാംസാദികൾക്ക് താല്പര്യം കൂടുതലായിരിക്കും. കൂടുതലും മാക്സിമം അങ്ങനെ വരുള്ളൂ. നല്ല ഒത്ത ചിങ്ങൻ രാശിയാണെങ്കിൽ അങ്ങനെ വരുള്ളൂ. ഇതിന് മാംസത്തിനെ വിട്ടിട്ട് ഒരു കളി അവർക്ക് ഉണ്ടാവില്ല. മാംസാദികളോട് താല്പര്യമുള്ളവരും വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും. കന്യാകുമാരി സമുദ്രം കാണാൻ പോകണോ, കന്യാകുമാരി കടൽ കാണാൻ പോകണോ, ഊട്ടി പോകണോ എന്ന് ചോദിച്ചാൽ ഊട്ടി മതി എന്ന് പറയും, അല്ലെങ്കിൽ കൊടൈക്കനാൽ മതി എന്ന് പറയും, അല്ലെങ്കിൽ മൂന്നാർ പോകാമെന്ന് പറയും. പ്രകൃതി സൗന്ദര്യം, വനവും പ്രകൃതി സൗന്ദര്യത്തിനും താല്പര്യം കൊടുക്കും. നോക്കിക്കൊണ്ടാ മതി. ചിങ്ങ രാശിക്കാരെ അടുത്ത് വരുമ്പോൾ, നമ്മൾ അടുത്ത് ജാതകം നോക്കാൻ വരുമ്പോൾ നോക്കിക്കൊണ്ടാ മതി. കറക്റ്റ് ആയിരിക്കും. പ്രിയ മാംസ കാനന നഖ. മാംസഭക്ഷണങ്ങളോടും താല്പര്യമുള്ളവരും വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരും ആയിരിക്കും. കുപ്യത്യകാരിയെ ചിരം. അതൊരു പോയിന്റ്, എടുത്തു പറയേണ്ട പോയിന്റ്. കുപ്യതി അകാരിയെ ചിരം. ചെറിയ കാര്യം മതി മനസ്സിനകത്ത് വാശി സൂക്ഷിച്ചിട്ടേക്കും. കാലങ്ങളോളം മനസ്സിൽ വൈരാഗ്യം സൂക്ഷിക്കുന്നവരായിരിക്കും. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ചിങ്ങ ലഗ്നക്കാർക്ക് അടിവരയിട്ട് പറയണം. കാലങ്ങളോളം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവർ. കുപ്യത്യകാരിയെ ചിരം എന്ന് കിടപ്പുണ്ട്. കുപ്യതി അകാരിയെ ചിരം. ചിരം ദേഷ്യം മനസ്സിനകത്ത്, അല്ലെങ്കിൽ വാശി, വിരോധം. കാലങ്ങളോളം ഒരു വ്യക്തിയെക്കുറിച്ച് കാലങ്ങളോളം മനസ്സിൽ വിരോധം സൂക്ഷിക്കുന്നവർ ആയിരിക്കും. കാലങ്ങളോളം മനസ്സിൽ വിരോധം സൂക്ഷിക്കുന്നവർ ആയിരിക്കും. കുപ്യതി അകാരിയെ ചിരം, കുപ്യത്യകാരിയെ ചിരം എന്ന് കിടപ്പുണ്ട്. വിക്രാന്ത, പരാക്രമശാലികളായിരിക്കും. സ്ഥിരബുദ്ധി ഉള്ളവരായിരിക്കും. സ്ഥിരബുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഏതൊരു കാര്യത്തിനും സ്ഥിരരാശിയാണ് അതിന്റെ കാര്യം. സ്ഥിരബുദ്ധി ഉള്ളവരായിരിക്കും. പരാക്രമികളായിരിക്കും. വിക്രാന്ത. സുഗർഭിതമന. ആത്മാഭിമാനം ഭയങ്കരമായിരിക്കും. അത് സൂര്യന്റെ ഒരു പ്രത്യേകതയാണ്. ഇവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് കൊണ്ട് കൊള്ളും, കട്ട് ചെയ്യും. ഭയങ്കര ആത്മാഭിമാനത്തിലും അന്തസ്സിലും അഭിമാനത്തിലും പിന്നെ കാര്യമായി എടുക്കുന്നവരാണ്. ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും.
ആത്മാഭിമാനം എപ്പോഴും സൂക്ഷിക്കുന്നവരായിരിക്കും. സുഗർവിതമന ആത്മാഭിമാനം എപ്പോഴും സൂക്ഷിക്കുന്നവരായിരിക്കും. മാതൃവിധേയോ, മാതാവിനെ ചിന്തിക്കുന്ന മാതൃവിധേയോ എന്ന് വെച്ചാൽ എന്താണ്? അമ്മയുടെ അടുത്ത് വിധേയത്വം കൂടുതലായിരിക്കും. ആദ്യം സ്ത്രീ ദ്വേഷി എന്ന് പഠിച്ചു ഇല്ലേ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്ത്രീ ദ്വേഷി, സ്ത്രീകളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരായിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ അമ്മയുടെ അടുത്ത് സ്നേഹം കൂടുതലായിരിക്കും. ഭാര്യയുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമില്ല, അമ്മയുടെ അടുത്ത് സ്നേഹവും കൂടുതലായിരുന്നാൽ എന്ത് കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞു നോക്കണം. അമ്മായിയമ്മ പോരുണ്ടാവും. അതിലേക്ക് പറ്റിയ ആളുകളാണ് ഇരിങ്ങൻ രാജ്യക്കാർ. അമ്മായിയമ്മ പോര് തീർച്ചയായിട്ടും ഉണ്ടാവും ഇവർക്ക്. അതാണ് ഇവരുടെ മാതൃവിധേയോ എന്നാണ് അവസരം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. മാതാവിനോട് സ്നേഹവും വിധേയത്വവും കൂടുതലുണ്ടാകും. അത് തീർച്ച തന്നെയാണ്, ഉള്ളത് തന്നെയാണ്. അമ്മയുടെ അടുത്ത് സ്നേഹം കൂടുതലായിരിക്കും. ഇനി എഴുതുമ്പോൾ ബാക്കി കൂടി പറയാം. എഴുതിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. എഴുതാം. ചിങ്ങം രാശി. ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും ചിങ്ങം രാശി ചന്ദ്രരാശിയായി വന്നവർക്കും ഉള്ള ഫലം. ചിങ്ങം രാശി ചന്ദ്രരാശിയായും വന്നവർക്കുള്ള ഫലം. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശിയാണ്. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശിയാണ്. സൂര്യനാണ് രാശി അധിപൻ. ഈ രാശിയിൽ ഒരു ഗ്രഹങ്ങൾക്കും ഉച്ച നീചത്വങ്ങളില്ല. സിംഹമാണ് ഇവിടുത്തെ അടയാളം. മകം, പൂരം, ഉത്രത്തിന്റെ കാൽ. ഇത്രയാണ് ഇതിലെ നക്ഷത്രങ്ങൾ. മകം, പൂരം, ഉത്രത്തിന്റെ കാൽ. ഇത്രയുമാണ് ഇവിടുത്തെ നക്ഷത്രങ്ങൾ. സ്ഥിരരാശിയാണ്. ഉറച്ച അഭിപ്രായമുള്ളവരും ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. പുരുഷരാശിയാണ്. പുരുഷ തത്വങ്ങൾ പ്രകടിപ്പിക്കും. അതൊക്കെ അറിയാലോ, എഴുതണോ പ്രത്യേകിച്ച്? പുരുഷ തത്വങ്ങളായ
പുരുഷ തത്വങ്ങളായ ഗർവ്, സംരക്ഷണം, തുടങ്ങിയ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. അടുത്ത പാരാഗ്രാഫ്. ഈ രാശിയിൽ ജനിച്ചവർ പരാക്രമശാലിയും ഗർവുള്ളവരും തടിച്ച താടി, വിശാലമായ മുഖം, പിങ്ങല നിറമുള്ള കലങ്ങിയ കണ്ണുകളുള്ളവർ, ഉള്ളവരായിരിക്കും. അതായത് ദേഷ്യ സ്വഭാവമുള്ളവരാണ്. സന്താനം കുറഞ്ഞവരും ദേഷ്യ സ്വഭാവം ഉള്ളവരായിരിക്കും. സ്ത്രീകളെ ദ്വേഷിക്കുന്നവരും മാംസ ആഹാരങ്ങളോടും താല്പര്യമുള്ളവരുമായിരിക്കും. വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരാണ്. കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുന്നവരാണ്. പല്ല്, ഉദരം എന്നിവയ്ക്ക് രോഗവും മനസ്സിന് പീഡയും ഉഷ്ണം, വിശപ്പ്, ദാഹം എന്നിവ കൊണ്ടുള്ള അസുഖങ്ങളും ഉള്ളവരായിരിക്കും.
എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉള്ളവരായിരിക്കും. എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉള്ളവരായിരിക്കും. ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കും. സദാസമയവും മനക്ലേശം അനുഭവിക്കുന്നവരാണ്. സദാസമയവും മനക്ലേശം അനുഭവിക്കുന്നവരാണ്. പരാക്രമശാലിയും സ്ഥിരമായ അഭിപ്രായമുള്ളവരും പരാക്രമശാലിയും സ്ഥിരമായ അഭിപ്രായമുള്ളവരും ആത്മാഭിമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരും ആത്മാഭിമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരും ആയിരിക്കും. മാതാവിനോട് വിധേയത്വവും പ്രത്യേക സ്നേഹവും ഉള്ളവരാണ്. മാതാവിനോട് വിധേയത്വവും പ്രത്യേക സ്നേഹവും ഉള്ളവരാണ്. മാതാവിനോട് വിധേയത്വവും പ്രത്യേക സ്നേഹവും ഉള്ളവരാണ്. ഇതാണ് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അടുത്ത ക്ലാസ്സിൽ ചന്ദ്രനും കർക്കടകൻ രാശിയും വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണ്. തുടക്കം പറഞ്ഞില്ലായിരുന്നു, സൂര്യനും ഏതൊക്കെയോ ഗ്രഹങ്ങളും ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞില്ലായിരുന്നു? അത് ഏതൊക്കെയായിരുന്നു ഗ്രഹങ്ങൾ? അത് വരുമ്പം പറയാം. അതായത് സൂര്യന്റെ ഭാവഫലം പഠിച്ചു കഴിഞ്ഞാൽ ബുധന് കുറച്ചു ദൂരം കഴിയുമ്പോൾ ബുധന് ഇതുപോലെ പറയേണ്ടി വരും, ചൊവ്വയ്ക്ക് ഇതുപോലെ പറയേണ്ടി വരും, ശനിക്കും ഇതുപോലെയൊക്കെ കുറേയൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ ഫലം പഠിക്കുന്നത്. അത് ശ്ലോകം പഠിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. ശ്ലോകം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ വാക്ക് നമുക്ക് പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ്. ആ വാക്ക് കറക്റ്റാ വരും. ശൂര സ്തപ്തോ, അത് 18 ശൂര സ്തപ്തോ വികല നയനോ നിർഹൃണോ അർക്കതനുസ്തേ മേഷു തത്വസ്ഥിമിര നയന തുംക സംസ്ഥേ നിശാന്ത നീതോ അന്തോ ബുധാഷ്ടപതംഗേ പൂരിദ്രവ്യോ നിർഭകൃത ധനോ വക്രരോഗി ദ്വിതീയേ മതിവിക്രമവാം തൃതീയകെ അർക്കെ വിസുഖ പീഡിത മാനസ ചതുർത്ഥേ അസുതോ ധനവർജിത ത്രികോണേ ബലവാൻ ശത്രുയാതെ സ്ത്രീഭൃഗത പരിഭവം മദക പതംഗേ സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണശ്ച ധർമ്മേ സുതാർത്ഥ സുഖഭാഗ് സുതശൗര്യഭാഗ്യേ ജാപേ പ്രഭുധനവാൻ പതിതസ്തുരിപേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ദിക്ക് ബലവും കൂടെ ഒന്ന് പറയാമോ സാർ? ഓരോ ഇതിന്റെ ദിഗ്ബലം, അത് ഇവിടെ അതൊക്കെ സുഹാരയുടെ ആദ്യത്തേലാണ് ആദ്യം പറയുന്നത്. അവിടെ എവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. ദിഗ്ബലം സൂര്യനും ചൊവ്വയ്ക്കും ദിഗ്ബലം കൂടുന്നത് 10, കുറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് 4. സൂര്യനും ചൊവ്വയ്ക്കും ദിഗ്ബലം കൂടുന്നത് 10. വ്യാഴത്തിനും ബുധനും ലഗ്നത്തില്, ശനിക്ക് 7,
ശുക്രനും ചന്ദ്രനും 4-ല്. ശുക്രനും ചന്ദ്രനും 4-ആണെന്ന് തോന്നുന്നു. ശുക്രന് 4 തന്നെ. ശുക്രനും ചന്ദ്രനും 4-ല്. 2, 4, 6, 7 ഗ്രഹമായി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റില് ബലം കുറയും. 4-ല് ബലം കൂടുന്നവർക്ക് 10-ല് ബലം കുറയും. 10-ല് ബലം കൂടുന്നവർക്ക് 4-ല് ബലം കുറയും. ലഗ്നത്തിൽ കൂടുന്നവർക്ക് 7-ല് 0 ബലം വരും. 7-ല് ബലം കൂടുന്നവർക്ക് ലഗ്നത്തിൽ 0 ബലം വരും. ഇത് നമ്മുടെ കാരകത്വം ആണോ സാർ? നമ്മുടെ ലഗ്നത്തില് ആദിത്യൻ, 2-ല് വ്യാഴം, അതല്ലല്ലോ? ഗ്രഹകാരകത്വം അതാണോ? കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരകത്വം എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതെങ്ങനെ വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്. വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ഗ്രഹത്തിനെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു, പിന്നെ എന്തോ പറഞ്ഞു, ശൂര സ്തപ്തോ വികല നയനോ എന്ന് പറഞ്ഞു പഠിച്ചു. അപ്പോഴ നയനത്തിന്റെ കാര്യം, ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ നയന രോഗം വരും. അപ്പോൾ സൂര്യന് എന്തോന്നിന്റെ കാരകത്വം ഉണ്ട്? സൂര്യന് കണ്ണിന്റെ കാരകത്വം. മേഷേ സസ്വ തിമിര നയന എന്ന് പറഞ്ഞു. മേടത്തില് തിമിരം ബാധിക്കും എന്ന് പറഞ്ഞു. കർക്കടകത്തില് കണ്ണിന് പോളക്കണ്ണ് വരുമെന്ന് പറഞ്ഞു. പിന്നെ തുലാത്തിലാണെങ്കിൽ കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞു. ചിങ്ങത്തിലാണെങ്കിലും മാലക്കെന്ന് പറഞ്ഞു. അപ്പോൾ പോണെടുത്തും സ്വൽപ്പാത്മജോ വികലേഷണത്തെ, 8-ൽ വന്നാൽ കണ്ണിന് വികലത ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പോണെടുത്തും വരണിടത്തും ഒക്കെ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ സൂര്യന് കണ്ണിന്റെ കാരകത്വം ഉണ്ടെന്നായി. ധനത്തിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ സൂര്യന് ധനത്തിന്റെ കാരകത്വം ഉണ്ടായി. ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസ രുചി, അപ്പോൾ മനസ്സിന്റെ കാരകത്വം വന്നു, വയറിന്റെ കാരകത്വം വന്നു, പല്ലിന്റെ കാരകത്വം വന്നു. പക്ഷെ അത് ഈ കാരകത്വം എന്ന് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ നിന്നാലാണ് അത് പറയേണ്ടത് എന്നുള്ളത് കൂടി അറിയണം. അല്ലാതെ വെറുതെ കാരകത്വം പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കണം. സൂര്യന് കണ്ണിന്റെ കാരകത്വം വരുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? 8-ൽ സൂര്യൻ നിന്നാൽ കണ്ണിന് കുഴപ്പമുണ്ടാവും, ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ കുഴപ്പമുണ്ടാവും. അതെങ്ങനെ? അതെല്ലാം അറിയണം. അതുപോലെ ധനം, 2-ൽ ധനം പറയുന്നത് 2-ൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിനാൽ അപഹരിക്കപ്പെടും. ധനം ഉണ്ടാവുകയും ചെയ്യും, സർക്കാരിനാൽ അപഹരിക്കപ്പെടുകയും ചെയ്യും. ലഗ്നത്തിൽ ബലവാനായിട്ട് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ധനം ഉണ്ടാകും, ബലമില്ലെങ്കിൽ ധനം പോകും. അങ്ങനെയാണ് കാരകത്വം വരുന്നത്. അല്ല വെറും കാരകത്വം പഠിച്ചിട്ട് എന്താണ് ഉപയോഗം? സാർ ഇപ്പൊ സൂര്യൻ, ബുധൻ, ചൊവ്വ, ശനിക്ക് ഒരേ സ്വഭാവം വരുന്നത്, മറ്റേതെങ്കിലും ഗ്രഹങ്ങൾക്ക് അതുപോലെ വരുന്നു? കുറച്ച് ഒരേ സ്വഭാവം കുറച്ച് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർദ്ധനകെ കഥന്നോ ധർമ്മേ അകവാൻ. ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ശരീരത്തിന് ക്ഷതമുണ്ടാകും, ചൊവ്വ നിന്നാൽ ശരീരത്തിന് ക്ഷതമുണ്ടാകും. 2-ൽ നിന്നാൽ ആഹാരത്തിന് അരുചി ഉണ്ടാവും. 9-ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു അകവാൻ, അഹങ്കാരം കാണിക്കും, ബഹുമാനിക്കൂല ആളുകളെ. ബാക്കി 9 ഭാവത്തിലും സൂര്യനിൽ നിന്നാലുള്ള ഫലം പറയാനാണ് പറയുന്നത്. അതവിടെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. സാർ ഇതിന്റെ ഒരു ഫോട്ടോ, ബാക്കി 9 ഭാവങ്ങളിലും സൂര്യന് പറഞ്ഞ ഫലം അതുപോലെ പറയുക എന്നാണ് പറയുന്നത്. സാർ ഈ ശ്ലോകത്തിന്റെ ഫോട്ടോസ് ഇട്ട് തരാമോ? ഫോട്ടോ സ്റ്റേറ്റ് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ എടുത്ത് പോയിട്ട് തരാം. ഞാൻ എൻ്റെ ബുക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല, അത് വരച്ച് കുറിച്ച് നാശമാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ പേടിച്ചു. വേറെ ഒരു ബുക്കുണ്ട്, ആ ബുക്കിന് എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ട് തരാം. നമ്മുടെ ഗ്രൂപ്പിലിട്ടാ മതി സാർ. ഗ്രൂപ്പിലിട്ട് തരാം. പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കുക, നിർബന്ധമില്ല. ഒരു കാരണവശാലും അത് നിർബന്ധമുള്ളതല്ല. പഠിച്ച് പോരാശാസ്ത്രം പഠിക്കുക എന്ന് വെച്ചാൽ ഭഗവത്ഗീത പഠിക്കും പോലെയാണ്. ജ്യോത്സ്യന്മാരുടെ ഭഗവത്ഗീതയാണ് പോരാശാസ്ത്രം, വരാഹമിഹിര ആചാര്യന്റെ പോരാശാസ്ത്രം. അതൊരു പ്രത്യേകതയാണ്. പ്രത്യേക സമയത്തിരുന്ന് വായിക്കണം. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപായിട്ടോ രാവിലെയോ ഒരു 10 മിനിറ്റ് വായിക്കാന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ബുക്കാ സാറേ റെഫർ ഏത് ബുക്കാണ്? രാമകൃഷ്ണ ജ്യോത്സ്യർ, രാമകൃഷ്ണ പിള്ളയുടെ ബുക്കാണ് നല്ലതെന്ന് തോന്നുന്നു. എൻ്റെ ഇരിക്കുന്നത് വേറെ ബുക്കാണ്. വരാമീരന്റെ ഓരയുണ്ട് ഉദ്ദേശിക്കുന്നത്, പരാശര പോലെയല്ല.
സാർ ഒരു സംശയം, ഈ ഫലദീപിക ഉണ്ടല്ലോ സാർ, അതെന്തുള്ള സാർ ഫലദീപിക? അത് നമ്മൾ നോക്കാറുണ്ട്. ഫലദീപിക എന്നൊക്കെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. കോര വച്ചിട്ട് എഴുതപ്പെട്ട ബുക്കുകളാണ് അതൊക്കെ. ഫലദീപിക കുറെ കൂടി ഡൈല്യൂട്ടാണ്. ഇതാണ് കുറെ കൂടെ സ്ട്രോങ് ബുക്ക്. പക്ഷേ ഉള്ളതിനേക്കാളും കാര്യങ്ങൾ ഞാനിത് പറയുന്നെങ്കിലും മറ്റ് പല ബുക്കും കൂടി റെഫർ ചെയ്തിട്ടുണ്ട്. റെഫർ ചെയ്താണ് ഇതിനകത്ത് സെന്റൻസുകൾ കയറി വരുന്നത്. നിങ്ങളിത് ഏതെങ്കിലും ബുക്കിൽ നോക്കണം. രാമകൃഷ്ണൻ പെരിങ്ങാടിന്റെയാണ് ഹോരാശാസ്ത്രം ഇതിരിക്കുന്നത്, വരാമീരന്റെ. അതായിരിക്കും. ഏതെങ്കിലും ഒരു ബുക്ക് നോക്കണം. നമ്മൾ തരുന്ന നോട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ഒരിടത്തും ഉണ്ടാവില്ല. ഈ രാമകൃഷ്ണപിള്ള ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. സാറേ, ഈ രാമകൃഷ്ണപിള്ള എഴുതിയ ബുക്ക് എന്ന് പറയുന്ന സാറ് പറയുന്ന നോട്ടുമായിട്ട് വളരെ ആക്യുറേറ്റ് ആണ്. രാമകൃഷ്ണ വളരെ ശരിയായ രീതിയിലാണ് വരുന്നത്. നല്ല ബുക്കാണ്. നല്ല നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിൽ. പിന്നെ ഒരു കാര്യമുള്ളത്, പഠിപ്പിക്കുന്ന സെക്ഷന് ഭംഗിയായിട്ട് വായിക്കുക. ബാക്കിയുള്ളത് കഴിയുമെങ്കിൽ വായിക്കുക. വായിച്ച് മനസ്സിലായില്ല എന്നുള്ള പരിഭവം ഉണ്ടാവരുത്. ഇപ്പൊ നമ്മളിപ്പോൾ സൂര്യനെ കുറിച്ച് പഠിച്ചു. സൂര്യനെ കുറിച്ച് പഠിച്ച ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ടിക്ക് ചെയ്ത് അവിടെ എടുത്ത് വെച്ച് വായിച്ച് അതിന്റെ അർത്ഥവും വായിച്ചിട്ട് സിംഹലഗ്നത്തിനെ കുറിച്ച് പഠിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരു 5-6 ദിവസം കഴിയുമ്പോൾ രാശിശീലം അത്രയും തീരും. അപ്പോൾ കുറേ ആവും, കുറേയൊക്കെ വരും. പറയുമ്പോൾ അപ്പോഴപ്പോഴെ നോട്ട് ചെയ്ത് ഇട്ടേക്കണം. പേജും ശ്ലോകവും നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വായിക്കണം. അങ്ങനെ റിസ്ക് എടുത്താലേ പറ്റുള്ളൂ. ശരി, വേറെ അടുത്ത ക്ലാസ്സിൽ ചന്ദ്രനാണ്. വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണ്. സൂര്യനെ പോലെയല്ല, ചന്ദ്രൻ വളരെ പ്രധാനമാണ്. കന്യാ പറഞ്ഞു പോവും. ചന്ദ്രനും കർക്കിടകവും. ശരി, അപ്പോൾ ഇന്നത്തേക്ക് മതിയല്ലോ. മതി സാർ. ശരി സാർ. താങ്ക് യു സർ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ഞാനിത് ശ്ലോകത്തിന് എടുത്തിട്ട് ഇട്ടേക്കാം. താങ്ക് യു സാർ. ശരി.